إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله اللهم صل وسلم على نبينا ورسولنا محمد وعلى آله وصحبه أجمعين. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അല്ലാമ ഹാഫിദ് അൽ ഹക്കമിയുടെ സുല്ലമുൽ ഉസൂൽ ഇലാ ഇൽമിൽ ഉസൂൽ എന്ന ഈ മഹത്തായ കവിതയിൽ നിന്ന് ഏതാനും തൗഹീദ് സംബന്ധമായ വരികൾ പഠിക്കുവാനും വിശദീകരിക്കുവാനും സാധിച്ചു. അതുമായി ബന്ധപ്പെട്ട പല ചർച്ചകളും കഴിഞ്ഞ സെഷനിൽ നടന്നു കഴിഞ്ഞു. ഷെയ്ഖ് ഹാഫിദ് അൽ ഹക്കമി റഹിമഹുല്ലാ ജനിച്ചത് ഏത് പ്രദേശത്താണ്? ജീസാൻ. അതിൻ്റെ ഇപ്പോഴത്തെ ശരിയായ പേര് ജാസാൻ എന്നാണ്. അതെ, ഹിജ്റ 1342 ജനിച്ചു, 77 മരണപ്പെട്ടു. അതായത് 924 ജനിക്കുകയും 58 മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ ക്രിസ്ത്യാബ്ദം നോക്കുകയാണെങ്കിൽ 33 വർഷം ആ ഒരു പ്രായത്തിലാണ് മരണപ്പെട്ടത് റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു കൃതിയിൽ എത്ര കാവ്യവരികളുണ്ട്? 290 വരികൾ. ഷെയ്ഖ് അബ്ദുള്ള അൽ ഖർആവി ജീസാനിലേക്ക് സൗദിയിലെ മുഫ്തിയായിരുന്ന ഷെയ്ഖ് മുഹമ്മദ് ഇബ്രാഹിം ആലി ഷെയ്ഖ് റഹ്മഹുല്ലാ അയച്ചതാണ് ദഅവത്തിന് വേണ്ടി. അങ്ങനെ സലഫിയത്ത് യഥാർത്ഥത്തിൽ ജീസാനിൽ പ്രചരിക്കുന്നത് ഈ ഷെയ്ഖ് ഖർആവിയുടെ പ്രയത്നം അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഷെയ്ഖ് ഖർആവിയുടെ നിർദ്ദേശപ്രകാരം ശിഷ്യനായ ഹാഫിദ് അൽ ഹക്കമി റഹിമഹുല്ലാ രചിക്കുകയാണ് ഈ ഒരു കവിത. എത്രാമത്തെ വയസ്സിൽ? 19ാമത്തെ വയസ്സിൽ. സുല്ലമുൽ ഉസൂൽ ഇലാ ഇൽമിൽ ഉസൂൽ എന്ന ഗ്രന്ഥത്തിന് ഷെയ്ഖ് ഹാഫിദ് തന്നെ എഴുതിയ ഷർഹാണ് മആരിജുൽ ഖബൂൽ ബിശർഹി സുല്ലമിൽ ഉസൂൽ. തൗഹീദിനെ 2 ഇനമാക്കി തിരിച്ചു ഷെയ്ഖ് ഹാഫിദ് അൽ ഹക്കമി. ഒന്ന് തൗഹീദുൽ മഅരിഫത്തി വൽ ഇസ്ബാത്ത്, അതായത് അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ടും അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തുകളൊക്കെ സ്ഥിരപ്പെടുത്തിക്കൊണ്ടും, അതായത് റുബൂബിയത്തും അസ്മാഉം സിഫാത്തും ഉൾക്കൊള്ളുന്നതാണ് തൗഹീദുൽ മഅരിഫത്തി വൽ ഇസ്ബാത്ത്. ഇതാണ് ഒന്നാമത്തെ ഇനം. രണ്ടാമത്തെ ഇനം എന്താണ്? തൗഹീദുൽ തലബി വൽ ഖസ്ദ്, അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിന് കർമ്മങ്ങൾ സമർപ്പിക്കുക. ഇതാണ് തൗഹീദുൽ ഉലൂഹിയ്യ. വിശദമായി പറയുകയാണെങ്കിൽ പണ്ഡിതന്മാർക്ക് വേറൊരു വിഭജനമുണ്ട്. എന്താണ്? തൗഹീദുൽ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. തൗഹീദ് എന്നത് വഹദ യുവഹിദു എന്ന ക്രിയയുടെ ക്രിയാധാതുവാണ്. അതിൻ്റെ മസ്ദറാണെന്ന് പഠിച്ചു. അപ്പോൾ ഈ വഹദ യുവഹിദു എന്ന പ്രയോഗം ഹദീസിൽ വന്നിട്ടുണ്ട്, അതേപോലെ സലഫിൻ്റെ വ്യാഖ്യാനങ്ങളിലും വന്നിട്ടുണ്ട്. അപ്പം ഹദീസിൽ വന്നിട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ധരിച്ചൊരു ഹദീസ് എന്തായിരുന്നു? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ എങ്ങോട്ട് നിയോഗിച്ചപ്പോൾ, യമനിലേക്ക് നിയോഗിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ആദ്യമായി താങ്കൾ ക്ഷണിക്കേണ്ടത് ഇതിലേക്കാണ്, തൗഹീദിലേക്കാണ്. ഫൽയകുൻ അവ്വല മാ തദ്ഊഹും ഇലാ അൻ യുവഹിദുല്ലാഹ് എന്നാണ്. തൗഹീദിൻ്റെ വിഭജനം, തൗഹീദുൽ റുബൂബിയ്യ ആകട്ടെ അല്ലെങ്കിൽ തൗഹീദുൽ ഉലൂഹിയ്യ എന്നീ വിഭജനം
ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യക്ക് മുമ്പ് തന്നെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പല പണ്ഡിതന്മാരും ഗ്രന്ഥങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരിൽ ശ്രദ്ധേയനായ ഒരു പണ്ഡിതനായിരുന്നു ആര്? അൽ ഇമാം ഇബ്നു ബത്തഹ അൽ ഉഖ്ബരി. ഇബ്നു ബത്തഹ അൽ ഉഖ്ബരി അദ്ദേഹം ഹംബലി പണ്ഡിതനാണ്, സലഫി പണ്ഡിതനാണ്. ഹിജ്റ 387 മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ അൽ ഇബാന എന്ന ഗ്രന്ഥത്തിൽ ഈ 3 ഇനങ്ങളും പ്രതിപാദിച്ചിട്ടുണ്ട്. തൗഹീദിൻ്റെ 3 ഇനങ്ങളും പ്രതിപാദിച്ചിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിൻ്റെ വാക്യം, ഈ വാക്യത്തിൻ്റെ അർത്ഥം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് ഇൽമുൽ കലാമിൻ്റെ വക്താക്കൾ കൊടുക്കുന്ന ഒരു വ്യാഖ്യാനമുണ്ട്. കാരണം വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ അവർ നൽകുന്നുണ്ട്. ഒരു വ്യാഖ്യാനം എന്താണ്? അതായത് സൃഷ്ടാവായ റബ്ബ് അള്ളാഹു മാത്രമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുക്കുന്ന വ്യാഖ്യാനം മനസ്സിലായില്ലേ? അപ്പം അതിനെന്താ പ്രശ്നം? അതെ, അതായത് സൃഷ്ടാവായ റബ്ബ് അള്ളാഹു മാത്രമാണ് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിൻ്റെ കലിമത്തെ അത് കൊടുക്കാൻ പറ്റില്ല. എന്താ കാരണം? ആരാധനക്ക് അർഹപ്പെട്ടവൻ അള്ളാഹു മാത്രമാണ് എന്ന അർത്ഥമാണ്. കാരണം മറ്റേതെന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിൻ്റെ കലിമത്ത് പറഞ്ഞപ്പം, ഖൂലു ലാ ഇലാഹ എന്ന് പറഞ്ഞപ്പോൾ ആര് നിഷേധിച്ചു? അപ്പം സൃഷ്ടാവ് അള്ളാഹു മാത്രമാണ് എന്ന് മക്കാ മുശ്രിക്കുകളോട് പറഞ്ഞാൽ അവർ നിഷേധിക്കുമോ? നിഷേധിക്കില്ല. കാരണം അവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആരാധ്യ വസ്തുക്കൾ അവർ സൃഷ്ടാക്കളാണ് എന്നൊരു വാദം അവർക്ക് ഇല്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ പ്രാർത്ഥിച്ചിരുന്നൊരു പ്രാർത്ഥനയാണ് നാം ഇന്ന് പഠിച്ചൊരു പ്രാർത്ഥന. ആ പ്രാർത്ഥന ആർക്കാണ് പറയാൻ പറ്റുക? അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദംബി കുല്ലഹു ദിഖ്ഖഹു വജില്ലഹു വഅവ്വലഹു വആഖിറഹു വഅലാനിയതഹു വസിറഹു. അഹ്സൻതു. അതേപോലെ വ്യാപകമായി ഇസ്ലാമിനെതിരെ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു ആരോപണമാണ് സത്യനിഷേധികൾ എവിടെ കണ്ടാലും വധിക്കണം, കൊലപ്പെടുത്തണം എന്ന് ഖുർആൻ ഉണ്ട്, അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് അങ്ങനെ ഒരു വാദമുണ്ട് എന്ന് പറയുവാൻ വേണ്ടി എതിരാളികൾ, ഇസ്ലാം ശത്രുക്കൾ പല ആയത്തുകൾ നിർവ്യാഖ്യാനിക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള കൃത്യമായ മറുപടി ഖുർആനിൽ തന്നെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതായത് യുദ്ധം എന്ന പ്രയോഗങ്ങളൊക്കെ ഖുർആൻ വരുമ്പോൾ അത് ആരോടാണ് ആ യുദ്ധം പ്രഖ്യാപിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതിലെ ഒരു ആയത്ത് നമ്മൾ ഉദ്ധരിച്ചു, വഖാതിലൂ ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും. അതേപോലെ അൽ അശ്ഹുറുൽ ഹുറും, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തീരുമാനപ്രകാരം ഒരു വർഷം എത്ര മാസങ്ങളാണ്? 12 മാസങ്ങളാണ്. അപ്പോൾ ഈ 12 മാസങ്ങളിൽ മിൻഹ അർബഅത്തുൻ ഹുറും, 4 മാസങ്ങൾ പവിത്രമാക്കപ്പെട്ട മാസങ്ങളാണ്. അപ്പം അവിടെയും എന്താണ്? മുശ്രിക്കീങ്ങളെ, ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കൊലപ്പെടുത്തുക. കമാ യുഖാതിലൂനകും കാഫ, വഖാതിലുൽ മുശ്രിക്കീന കാഫത്തൻ കമാ യുഖാതിലൂനകും. അപ്പോൾ നിങ്ങളെ ഇങ്ങോട്ട് ആക്രമിക്കുന്നത് പോലെ അങ്ങോട്ടും നിങ്ങൾക്ക് എന്താണ് ഖിതാൽ ചെയ്യാം എന്ന ആ ഒരു പ്രയോഗം പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ പൂർത്തീകരണമാണ് നാം ഇനി നടത്തുന്നത്. ഷെയ്ഖ് ഹാഫിദ് അൽ ഹക്കമി റഹ്മഹുല്ലാഹ് തുടർന്ന് പറയുന്നു, وبشروط 7 قد قيدت وفي نصوص الوحي حقا وردت. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതാണ്? ഇത് വിഷയമാണ് തൗഹീദുൽ ഉലൂഹിയ്യത്താണ്. അഥവാ തൗഹീദുൽ ഉലൂഹിയ്യ അടങ്ങിയിട്ടുള്ള ഷഹാദത്ത് കലിമ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമത്തുമായി ബന്ധപ്പെട്ട വിശദീകരണമാണ്.
ഷെയ്ഖ് പറയുന്നത് വബിശുറൂത്തിൻ സബ്അത്തിൻ ഖദ് ഖുയ്യിദത് വഫീ നുസൂസിൽ വഹ്യി ഹഖ്ഖൻ വറദത്. എന്നർത്ഥം വബിശുറൂത്തിൻ സബ്അത്തിൻ, ഇതൊക്കെ ലളിതമായ എളുപ്പമുള്ള വാക്കുകളാണ്. വബിശുറൂത്തിൻ സബ്അത്തിൻ, 7 നിബന്ധനകളാൽ, ഖദ് ഖുയ്യിദത്, അതായത് ഈ മഹത്തായ ഈ വാക്യം, തൗഹീദിൻ്റെ ഈ മഹത്തായ വാക്യം ബന്ധിതമാകുന്നു, 7 നിബന്ധനകളാൽ ബന്ധിതമാകുന്നു. 7 നിബന്ധനകളുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്യത്തിൽ. വഫീ നുസൂസിൽ വഹ്യി ഹഖ്ഖൻ വറദത്, വഹി പ്രമാണങ്ങളിൽ ഈ 7 ഷർത്തുകളും കൃത്യമായി വന്നിട്ടുണ്ട്. ഫഇന്നഹു ലം യൻതഫിഅ ഖായിലുഹാ ബിന്നുത്ഖി ഇല്ലാ ഹൈഥു യസ്തക്മിലുഹാ. എന്താ അതിൻ്റെ അർത്ഥം? അതായത് ഫഇന്നഹു ലം യൻതഫിഅ ഖായിലുഹാ, അതായത് അത് ഉച്ചരിക്കുന്നവൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിൻ്റെ വാക്യം ഉരുവിടുന്നവന് ഉപകരിക്കില്ല ആ വാക്യം. ബിന്നുത്ഖി, കേവലം ഉച്ചരിച്ചത് കൊണ്ട് മാത്രം അത് ഉപകരിക്കില്ല. ഇല്ലാ ഹൈഥു യസ്തക്മിലുഹാ, എന്താണ്? അവൻ ഈ 7 നിബന്ധനകളും പൂർത്തീകരിക്കാതെ അവനൊരു ഉപകാരവും അതുകൊണ്ട് ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഫഇന്നഹു ലം യൻതഫിഅ ഖായിലുഹാ ബിന്നുത്ഖി ഇല്ലാ ഹൈഥു യസ്തക്മിലുഹാ, അത് പൂർത്തീകരിക്കുമ്പോഴാണ് അതിൻ്റെ നഫ്അ്, അതിൻ്റെ ഉപകാരം ഉണ്ടാകുന്നത്. അൽ ഇൽമു വൽ യഖീനു വൽ ഖബൂലു വൽ ഇൻഖിയാദു ഫദ്രി മാ അഖൂലു. ഇനി 7 ഷർത്തുകൾ എണ്ണി പറയാണ്. അൽ ഇൽമു 1, വൽ യഖീനു 2, വൽ ഖബൂലു 3, വൽ ഇൻഖിയാദു 4, ഫദ്രി മാ അഖൂലു, താങ്കൾ ഞാൻ പറഞ്ഞത് മനസ്സിലാക്കുക. വസ്സിദ്ഖു 5, വൽ ഇഖ്ലാസു 6, വൽ മഹബ്ബ 7, വഫഖക അല്ലാഹു ലിമാ അഹബ്ബ, അള്ളാഹു തൃപ്തിപ്പെടുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് താങ്കൾക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്നാണ് ഷെയ്ഖിൻ്റെ ഈ ഒരു പ്രാർത്ഥന ഈ വരികളിൽ അവസാനം വരുന്നു. അപ്പോൾ ഇവിടെ 7 ഷർത്തുകളാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് പണ്ഡിതന്മാർ 7 ഷർത്തുകൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഈ 7 ഷർത്തുകൾ നമ്മിൽ ഒത്തുചേർന്നാൽ മാത്രമേ ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർണ്ണമാകൂ. ഒന്നാമത്തെ നിബന്ധന എന്താണ്? അൽ ഇൽമു, അറിവാണ്. അപ്പോൾ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ, ഉച്ചരിക്കുമ്പോൾ അതിനെക്കുറിച്ച് നാം പഠിച്ചിരിക്കണം. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹിൻ്റെ അർത്ഥം, എന്താണ് അതിൻ്റെ ഉദ്ദേശം? അപ്പോൾ അതിൽ ജഹ്ല് ഉണ്ടാകാൻ പാടില്ല, അറിവില്ലായ്മ ഉണ്ടാകാൻ പാടില്ല. അതിനുള്ള തെളിവെന്താണ്? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബി, സൂറത്തുൽ മുഹമ്മദിലെ ആയത്താണിത്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അപ്പോൾ അള്ളാഹു അല്ലാതെ വേറെ ഇലാഹില്ല, ആരാധിക്കപ്പെടേണ്ടവൻ അള്ളാഹു മാത്രമാണ്, അള്ളാഹു അല്ലാതെ വേറെ ആരെയും ആരാധിക്കാൻ പാടില്ല എന്ന് താങ്കൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ അതിന് ശേഷമാണ് അമല്. അതുകൊണ്ടാണ് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരി അത് ഉദ്ധരിച്ചുകൊണ്ട് ഷെയ്ഖ് ഇബ്നു അബ്ദുൽ വഹാബും 3 ഉസൂലുകൾ എന്ന ഗ്രന്ഥത്തിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. എന്താണ്? ബാബുൽ അൽ ഇൽമി ഖബ്ല അൽ ഖൗലി വൽ അമൽ. അപ്പം ഖൗലും അമലിനും മുമ്പ് എന്ത് വേണം? ഇൽമു വേണം. നമ്മളൊരു കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ പ്രവർത്തിക്കുമ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇൽമുണ്ടായിരിക്കണം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹുവ അവ്വലു വാജിബിൻ അലൽ അബ്ദ്. അപ്പോൾ ആദ്യത്തെ ഒരു മുസ്ലിമിൻ്റെ ബാധ്യത എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അറിഞ്ഞിരിക്കലാണ്. അപ്പോൾ ഇതിന് വിപരീതമായിട്ടാണ് ഈ ഇൽമുൽ കലാമിലൂടെ അഖീദ പഠിപ്പിക്കുന്ന ആൾക്കാർ, അവർക്ക് വാജിബ് എന്ന് പറഞ്ഞാൽ ഒരു ചർച്ചാ വിഷയം തന്നെയാണ്. ഒരു വിഭാഗം പറയുന്നു അവർ ചിട്ടപ്പെടുത്തിയ ചില തത്വങ്ങളിൽ ചിന്തിക്കുക, അങ്ങനെ അള്ളാഹുവിനെ കണ്ടെത്തുക. അതിന് പറയുന്നതാണ് അൻ-നദർ, ചിന്തിക്കുക. പിന്നെ അൽ മഅരിഫ, അള്ളാഹുവിനെ തിരിച്ചറിയുക. ചില ആൾക്കാർ പറയുന്നു ശക്കാണ്. ആദ്യത്തെ വാജിബ് എന്താണ്? സംശയമാണ്. സംശയത്തിലൂടെ അള്ളാഹുവിനെ കണ്ടെത്തുക. ആദ്യം സംശയം ഉണ്ടാവും, പിന്നെ ഒരു യഖീൻ ഉണ്ടാകും. അങ്ങനെ പ്രമാണങ്ങൾ വിട്ട് അവരെ ആ ഒരു ഫിലോസഫിയുടെ അടിസ്ഥാനത്തിൽ പല കാര്യങ്ങളും വിശദീകരിക്കുന്നു. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ഫത്ഹുൽ ബാരി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇബ്നു ഹജർ അസ്ഖലാനിക്ക് അദ്ദേഹം അശാരി അഖീദയിലേക്കാണ്
ചെരിവെങ്കിലും പക്ഷെ അദ്ദേഹം പല വിഷയങ്ങളിലും സലഫി നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സലഫികൾ തന്നെ ഈ ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ഫത്ഹുൽ ബാരി പോലുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ആദരവോടുകൂടെ കാണുന്നുണ്ട്. അപ്പം അതിൽ പ്രധാനപ്പെട്ടതാണ് ഇൽമുൽ കലാമിനോടുള്ള ഇബ്നു ഹജറിൻ്റെ നിലപാട്. അത് വ്യക്തമാണ്. അതിനെ ശരിക്കും നിരുത്സാഹപ്പെടുത്തുകയും ആ ഒരു രീതി ശരിയല്ല എന്ന് നിലക്കും. അതേപോലെ തന്നെ ഇൽമുൽ കലാമിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഈ ഒരു വിഷയം, ഇപ്പോൾ ആദ്യത്തെ ഒരു മുസ്ലിമിൻ്റെ ബാധ്യത എന്താണ്? തൗഹീദാണ്. അതല്ലാതെ സംശയമോ അല്ലെങ്കിൽ മാരിഫത്തോ ചിന്തയോ ഒന്നുമല്ല. കാരണം അള്ളാഹു തിരിച്ചറിയുക എന്നത് ഇബ്നു ഹജർ പറയാണ്, അത് ഫിത്രത്ത് കൊണ്ട് തന്നെ സംഭവിക്കുന്നുണ്ട്. ഫിത്രത്ത് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ജനിച്ചു വീഴുമ്പോൾ തന്നെ അവൻ ആ ശുദ്ധ പ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ടാണ് അവൻ ജനിച്ചു വീഴുന്നത്. പിന്നെ അബവാഹു യുഹൗവിദാനിഹി ഔ മജ്ജിസാനിഹി, പിന്നെ മാതാപിതാക്കളാണ് ഒന്നുകിൽ ജൂതനാക്കും ആ കുട്ടിയെ വളർത്തിയിട്ട്, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാക്കും, മജൂസിയാക്കും. പക്ഷെ അവിടെ മുസ്ലിം ആക്കുമെന്ന് പറഞ്ഞില്ല. എന്താ കാരണം? അവൻ മുസ്ലിമായിട്ടാണ് വീഴും. അപ്പോൾ മാമിൻ മൗലൂദിൻ ഇല്ലാ വയൂലദു അലൽ ഫിത്ര, ഏതൊരു ശിശുവും കുട്ടിയും ജനിക്കുമ്പോൾ ഫിത്രത്തിലാണ് ജനിക്കുക. എന്താണ് നമ്മുടെ പൂർവികരായ സലഫ് ഫിത്രത്ത് നൽകിയ നിർവചനം അല്ലെങ്കിൽ അർത്ഥം? തൗഹീദാണ്, ഇസ്ലാമാണ്. ഇസ്ലാമും തൗഹീദുമാണ് ഈ ഫിത്രത്ത് എന്ന് പറഞ്ഞാൽ. പിന്നെ എന്തായിരിക്കും അവ്വലു വാജിബ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ കലിമത്ത് തൗഹീദ് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഒന്നാമത്തെ ഷർത്ത് എന്താണ് സഹോദരന്മാരെ? അൽ ഇൽമാണ്. രണ്ടാമത്തെ ഷർത്ത് എന്താണ്? അൽ യഖീൻ. എന്താ യഖീൻ എന്ന് പറഞ്ഞാൽ? അതായത് സംശയത്തിന് വിപരീതമായ യഖീൻ. അപ്പം എന്ത് മനസ്സിലായി? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിൻ്റെ വാക്യത്തിനെതിരാണ് ഷക്ക്. ഷക്ക് അവ്വൽ വാജിബ് എന്നാൽ ശരിക്കും മഹാമണ്ഡത്തരമാണ്. അപ്പോൾ അൽ യഖീനു അൽ മുനാഫി ലിശ്ശക്ക്, യഖീനായിരിക്കും. എന്താണ് യഖീന്? അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടേണ്ടവൻ, ആരാധനക്ക് അർഹൻ വേറെ ആരുമില്ല, അല്ലാഹ് മാത്രമാണ് എന്ന ഉറച്ച വിശ്വാസമാണ്. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, ലാ ഇലാഹയെ കുറിച്ച് പഠിച്ചു, പക്ഷെ യഖീനില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാകുകയില്ല. സംശയമാണ്. ഒരാൾ അതിൻ്റെ അർത്ഥം പഠിച്ചു, അതിനെക്കുറിച്ച് ഇൽമുണ്ട്, അത് ഉച്ചരിച്ചു, പക്ഷെ അയാൾക്ക് എന്തുണ്ട്? ശക്കുണ്ടെങ്കിൽ, യഖീനില്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദ് ശരിയാകുകയില്ല. അതിനുള്ള തെളിവെന്താണ്? വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു വറസൂലിഹി സുമ്മ ലം യർതാബു. അപ്പോൾ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുകയും സുമ്മ ലം യർതാബു, എന്താ അതിനർത്ഥം? പിന്നെ ഒരിക്കലും അവർ സംശയിക്കുകയില്ല, സന്ദേഹം പ്രകടിപ്പിക്കുകയില്ല, യാതൊരു സംശയം ഉണ്ടാവുകയില്ല. പണ്ഡിതന്മാർ ഈ ലം ലമ്മ എന്ന രണ്ട് പ്രയോഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, സൂക്ഷ്മമായ വ്യത്യാസം പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം സൂറത്തുൽ ഹുജറാത്തിൽ തന്നെ ഗ്രാമീണരായ അറാബികൾ എന്ത് പറഞ്ഞു? ഖാലത്തിൽ അഅറാബു ആമന്ന, ഖാലത്തിൽ അഅറാബു ആമന്ന. അതായത് അറാബികൾ, ഗ്രാമീണരായ അറാബികൾ പറഞ്ഞു, ഞങ്ങൾ വിശ്വാസികളാണെന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തിരുത്തി കൊടുക്കുകയാണ്, ഖുൽ ലം തുഅ്മിനു, നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല, വലാകിൻ ഖൂലു അസ്ലംന, ഞങ്ങൾ ഈമാനിന്റെ മർത്തബയിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല, ഞങ്ങൾ എന്താണ്? മുസ്ലിമീങ്ങളാണ്. പണ്ഡിതന്മാർ പറയുന്നു ഈമാനും ഇസ്ലാമും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇസ്ലാമിനേക്കാൾ ഉയർന്ന പടിയാണ് ഏത്? ഈമാൻ.
പറഞ്ഞിട്ട് ഇനിയിപ്പോൾ അതിന് പകരം വലമ്മ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും എന്ന് പറയുന്നതും ലം യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും എന്ന് പറഞ്ഞതും എന്താ വ്യത്യാസം? ലമ്മ യദ്ഖുലുൽ ഈമാനു, ലം ബാഹ്യമായിട്ട് ഒരേ അർത്ഥമാണ്. എന്താണ്? ഈമാൻ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പ്രവേശിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ ബാഹ്യമായ അർത്ഥം. പക്ഷേ സൂക്ഷ്മമായ വ്യത്യാസമുണ്ട്. പണ്ഡിതന്മാർ പറയുന്നു ലം എന്ന് പറഞ്ഞാൽ ഈമാൻ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവേശിച്ചിട്ടില്ല, ഒരിക്കലും പ്രവേശിക്കില്ല എന്നൊരു അർത്ഥം അതിലുണ്ട്. ഇതുപോലെ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനിച്ചിട്ടില്ല, ജനിപ്പിച്ചിട്ടില്ല, അള്ളാഹുവിന് യാതൊരു നിലക്കും എന്തില്ല, തുല്യനില്ല. ഇതൊരിക്കലും സംഭവിക്കില്ല. പക്ഷേ ലമ്മ എന്ന പ്രയോഗം വന്നപ്പോൾ ഹൃദയത്തിൽ ഈമാൻ പ്രവേശിച്ചിട്ടില്ല, പക്ഷേ പ്രവേശിച്ചേക്കാം. അതിലൊരു തവഖുഉണ്ട്, നഫ്യുൻ മഅ തവഖുഇ ഹുദൂസിൽ ഫിഅൽ. ആ ഒരു ഫിഅൽ സംഭവിക്കാനുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ പിന്നീട് അവർക്ക് എന്താണ്, ഈമാൻ വന്നു. അപ്പോൾ ഇതാണ് ശരിക്കും ലം ലമ്മ തമ്മിലുള്ള വളരെ സൂക്ഷ്മമായ ഒരു വ്യത്യാസമാണ് ഇവിടെ സൂചിപ്പിച്ചത്. അപ്പോൾ ഇവിടെ പറഞ്ഞു എന്താണ്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനു ബില്ലാഹി വറസൂലി സുമ്മ ലം യർതാബു. വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലും റസൂലും വിശ്വസിക്കുകയും പിന്നെ യാതൊരു ഇർത്തിയാബും, ഒരു ശക്കും അവർക്ക് ഉണ്ടാകുകയില്ല. ഇനി ഉണ്ടായേക്കാം എന്നല്ല, ശക്കും ഉണ്ടാകാൻ പാടില്ല. മൂന്നാമത്തെ ഇനം, മൂന്നാമത്തെ നിബന്ധന അൽ ഖബൂൽ എന്നാണ്. എന്താണ് ഖബൂൽ എന്ന് വെച്ചാൽ? അതായത് സ്വീകാര്യത. അതായത് തൻ്റെ നാവ് കൊണ്ടും ഹൃദയം കൊണ്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിൻ്റെ വാക്യത്തെ സ്വീകരിക്കുക, അതിൽ പൂർണ്ണമായും തൃപ്തി പ്രകടിപ്പിക്കുക, പൂർണ്ണമായും തൃപ്തിപ്പെടുക. അപ്പോൾ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിൻ്റെ വാക്യം ഉച്ചരിച്ചു, അതിൻ്റെ അർത്ഥം പഠിച്ചു, അതേപോലെ തന്നെ അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ തൗഹീദുർ റുബൂബിയ്യ കൊണ്ട് തന്നെ മതിയാക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ തൗഹീദിന് അർത്ഥം കൊടുക്കുന്നത് എന്താണ്? അള്ളാഹു മാത്രമാണ് സൃഷ്ടാവ്. ഇപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയേണ്ടതില്ല എന്ന ഈ ഖബൂലിനെതിരായി അയാൾ നിലപാട് സ്വീകരിച്ചാൽ അയാൾ യഥാർത്ഥത്തിൽ വിശ്വാസിയല്ല. ഷെയ്ഖ് ഇബ്നു ബാസ് പറയുന്നു അയാൾ കാഫിറാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കണം, അത് സ്വീകരിക്കണം എന്നാണ്. അതേപോലെ തന്നെ അൽ ഇൻഖിയാദ് എന്നാണ്. ഇപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറച്ച് വിശ്വസിച്ച് അള്ളാഹുവിന് വഴിപ്പെടണം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ കാര്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുകയും സ്വീകരിക്കുകയും അള്ളാഹു വിലക്കിയ എല്ലാ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും വർജിക്കുകയും വേണം. അതിനാണ് എന്താണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ചുകൊണ്ട് കീഴ്പ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിനെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. എങ്കിലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ നാലാമത്തെ നിബന്ധനയാണ് അൽ ഇൻഖിയാദ്. അപ്പോൾ ഒന്ന് പഠിച്ചു എന്താണ്? ഒന്ന് ഇൽമ്, 2 യഖീന്, 3 ഖബൂല്, 4 അൽ ഇൻഖിയാദ്. അഞ്ചാമത്തെ നിബന്ധന അസ്സിദ്ഖാണ്, സത്യസന്ധത. അപ്പോൾ എന്താണത്? അതായത് നാം സത്യപ്പെടുത്തുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ തൗഹീദിൻ്റെ കലിമത്ത് അംഗീകരിച്ചുകൊണ്ട് തന്നെ സത്യസന്ധമായ നിലപാട് സ്വീകരിക്കുക, അതിനെ കളവാക്കാതിരിക്കുക, ആ വിഷയത്തിൽ സ്വയം സത്യസന്ധനാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ് വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം. അപ്പോൾ അവർക്ക് മുമ്പുള്ളവരെ നാം പരീക്ഷിച്ചിട്ടുണ്ട്. ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖു വലയഅലമന്നൽ കാദിബീൻ. അപ്പോൾ സത്യസന്ധരാരാണ്, കളവ് പറയുന്നവരാരാണെന്ന് അള്ളാഹു തീർച്ചയായും തിരിച്ചറിയുന്നു. ആറാമത്തെ നിബന്ധന അൽ ഇഖ്ലാസ്, അതായത് ആത്മാർത്ഥമായി അള്ളാഹുവിന് മാത്രം ഇബാദത്ത് സമർപ്പിച്ചുകൊണ്ട് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന
തൗഹീദിൻ്റെ കലിമത്ത് ഇഖ്ലാസോടെ പറയുകയും അതോടൊപ്പം അതിൻ്റെ കൃത്യമായ അടയാളം എന്താണ്? തൻ്റെ അമലിൽ ഒരിക്കലും യാതൊരു നിലക്കും ശിർക്ക് കടന്നു വരാൻ പാടില്ല. അപ്പോൾ അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്, അപ്പോൾ നിഷ്കളങ്കമായ ആത്മാർത്ഥമായ ആ ഒരു ഇബാദത്ത് അള്ളാഹുവിന് മാത്രമാണ് സമർപ്പിക്കപ്പെടേണ്ടത്. ഏഴാമത്തെ നിബന്ധന അൽ മഹബ്ബ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അംഗീകരിച്ചു, അതോടൊപ്പം തന്നെ അതിനോടുള്ള കൂറ്, തൃപ്തി, സ്നേഹമാണ്. ആ ഒരു സ്നേഹം അള്ളാഹുവിനോടും ഈ തൗഹീദിനോടും അതേപോലെ തന്നെ ഈ തൗഹീദിൻ്റെ ആൾക്കാരോടും മുവഹിദുകളോടുമുള്ള സ്നേഹം, അത് ഉണ്ടെങ്കിലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർത്തിയാവും. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, വിശ്വാസികൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണ്? അള്ളാഹുവിനെയാണ്. അപ്പം അള്ളാഹുവിൻ്റെ വിധവിലക്കുകളുടെ അപ്പുറം ഒരു വിശ്വാസിക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു അല്ലദീന യുഖീമൂന അസ്സലാത്ത വയുഅ്തൂന അസ്സകാത വഹും റാക്കിഊൻ. അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ വലിയാണ്. നിങ്ങളുടെ മിത്രങ്ങൾ ആരൊക്കെയാണ്? അള്ളാഹും റസൂലും വിശ്വാസികളും. ഇത് ശരിക്കും തൗഹീദിൻ്റെ ഷർത്തിൻ്റെ വിഷയത്തിലേക്ക് നമുക്ക് തെളിവാക്കാൻ പറ്റുന്ന ഒരു ആയത്താണ്. ഖേദകരെന്ന് പറയട്ടെ, ഈ ആയത്ത്, ഈ തൗഹീദിൻ്റെ ഈ ആയത്ത് നേരെ മരിച്ചുപോയ മഹത്തുക്കളോട് സഹായം ചോദിക്കാൻ തെളിവാക്കി മാറ്റി. ഇതാണ് വൈരുദ്ധ്യം. അപ്പോൾ ഈ ഒരു ആയത്ത് തന്നെ കൃത്യമായൊരു പശ്ചാത്തലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവതരിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദുൽ യഹൂദ വന്നസ്സാറ ഔലിയ, വിശ്വാസികൾ നിങ്ങൾ ജൂത ക്രിസ്ത്യാനികളെ ഔലിയാക്കളാക്കരുത് എന്ന് പറഞ്ഞാൽ അവരോട് ഒരിക്കലും സഹായം ചോദിക്കാൻ പാടില്ല എന്നാണ്. മറിച്ച് എന്താണ്? അവരെ മിത്രങ്ങളായി സ്വീകരിക്കരുത്. മിത്രങ്ങളായി സ്വീകരിക്കരുത്. മിത്രങ്ങൾ പരസ്പരം സഹായിക്കും, അത് സ്വാഭാവികമാണ്. പക്ഷേ മിത്രങ്ങളാക്കരുത്. നിങ്ങളുടെ മിത്രങ്ങൾ ആരാണ്? നിങ്ങൾ സ്നേഹിക്കേണ്ടത് ആരെയാണ്? യഥാർത്ഥത്തിൽ ഈ അതായത് ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സ്നേഹിക്കേണ്ടത് തീർച്ചയായിട്ടും അള്ളാഹുവിനെയും റസൂലിനെയും വിശ്വാസികളെയുമാണ്. അപ്പോൾ ഇവിടെ ശരിക്കും കൃത്യമായ വലാ ബറാഇൻ്റെ അഖീദ പഠിപ്പിക്കുകയാണ്. അതല്ലാതെ ഇത് ഇസ്തിഗാസക്ക് മരിച്ചുപോയ മഹത്തുക്കളോട് സഹായം ചോദിക്കാൻ പറ്റുന്ന ലോകത്ത് ഒരു പണ്ഡിതനും അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. അതൊക്കെ പുതിയ കണ്ടുപിടുത്തമാണ്. ഇനി സഹോദരന്മാരെ, നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു, അടുത്ത ബാബിലേക്ക്. അതേപോലെ ഇബാദത്തും ശിർക്കുമായി ബന്ധപ്പെട്ട വരികൾ നമുക്ക് വിശദീകരിച്ചുകൊണ്ട് ഈ ഒരു ക്ലാസിൻ്റെ അവസാനത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാം ഇൻഷാ അല്ലാഹ്. ഫസ്ലുൻ ഫീ തഅരീഫി അൽ ഇബാദ വദിക്രി ബഅദി അൻവാഇഹ വഅന്ന മൻ സറഫ മിൻഹാ ശൈഅൻ ലിഗൈരി അല്ലാഹി ഫഖദ് അശ്റക. അപ്പോൾ ഇബാദത്തിൻ്റെ നിർവചനം, വദിക്രി ബഅദി അൻവാഇഹ, ചില ഇനങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഇബാദത്തിൻ്റെ തഅരീഫ് പറയുന്നു. ഇബാദത്തിൽ വല്ലതും, ആരാധനാകർമ്മങ്ങളിൽ വല്ലതും അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിച്ചാൽ അവൻ ശിർക്ക് ചെയ്തു, അള്ളാഹുവിൽ പങ്കു ചേർത്തു. സുമ്മൽ ഇബാദത്തു, ഷെയ്ഖ് ഹാഫിദ് ഹക്കമി പറഞ്ഞു, എല്ലാവരും കാണുന്നുണ്ടല്ലോ വരികളിലെ, സുമ്മൽ ഇബാദത്തു ഹിയ ഇസ്മുൻ ജാമിഉ. എന്താ അർത്ഥം? അതിനുശേഷം ഈ പറഞ്ഞ തൗഹീദിൻ്റെ വ്യത്യസ്ത ഇനങ്ങൾ, തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ, അതേപോലെ തൗഹീദിൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹിൻ്റെ ഷർത്തുകളൊക്കെ പറഞ്ഞതിന് ശേഷം, എന്താണ് ഈ ശേഷം പറഞ്ഞ അർത്ഥം? അൽ ഇബാദത്ത്, ഇബാദത്ത് എന്ന് വെച്ചാൽ ഹിയ ഇസ്മുൻ ജാമിഉ, അത് വിശാലമായ ഒരു നാമമാണ്, വിശാലമായ ഒരു പ്രയോഗമാണ്. ലികുല്ലി മാ യർദൽ ഇലാഹു സാമിഉ, അപ്പോൾ അള്ളാഹുവിന് തൃപ്തികരമായ ഏതൊരു കർമ്മവും ഏതൊരു സംസാരവും എന്താണ്? ഇബാദത്താണ്. ഇത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് കിതാബുൽ ഉബൂദിയ്യ എന്ന റിസാലയിൽ ഒരു കൃതിയുണ്ട് ഇബ്നു തൈമിയ്യക്ക്. അതിന് തുടക്കത്തിൽ അദ്ദേഹം കൊടുത്ത നിർവചനമാണിത്. ഇബാദത്ത് എന്ന് പറഞ്ഞ അർത്ഥം ഹിയ ഇസ്മുൻ ജാമിഉൻ, അതൊരു വിശാലമായ ഒരു പ്രയോഗമാണ്. ലികുല്ലി മാ യുഹിബ്ബുഹുല്ലാഹു വയർദാഹു, അള്ളാഹു ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന ഏത് കർമ്മവും സംസാരവും വാക്കും പ്രവൃത്തിയുമൊക്കെ ഇബാദത്താണ്. അത് ബാത്തിനത്താകട്ടെ ബാഹിറത്താകട്ടെ, അതായത് ബാഹ്യമായ അതേപോലെ ബാത്തിനത്തായ ആന്തരികമായ കർമ്മങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഇബാദത്ത്.
വഫിൽ ഹദീഥി മുഖുഹ ദുആഉ ഖൗഫുൻ തവക്കുലുൻ കദർ റജാ. അപ്പോൾ ഇബാദത്തിൻ്റെ നിർവചനം ഇവിടെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ആ ഒരു നിർവചനത്തിലേക്കാണ് സൂചന. എന്നിട്ട് ഇതിൻ്റെ വ്യത്യസ്ത ഇനങ്ങൾ ഉദ്ധരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഇനമാണ് ആദ്യമായി ഉദ്ധരിച്ചത്. എന്താണത്? വഫിൽ ഹദീഫി, ഹദീഫിൽ വന്നിട്ടുണ്ട് മുഖുഹ ദുആ. എന്താണ്? അതായത് ഇബാദത്തിൻ്റെ മജ്ജ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാർത്ഥനയാണ്. അതായത് ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസുണ്ട്, അദ്ദുആഉ മുഖുൽ ഇബാദ. അപ്പം ദുആ ഇബാദത്തിൻ്റെ മുഖാണ് എന്നറിയിക്കുന്നൊരു ഹദീസുണ്ട്. ആ ഹദീസ് ദുർബലമാണ്. അതിൻ്റെ ആശയം ശരിയാണെങ്കിൽ തന്നെ അതിൻ്റെ പരമ്പര ദുർബലതയുണ്ട്. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ ക്ലാസ്സിൽ ഒരു പ്രമാണമായി ഉദ്ധരിക്കാറില്ല. ചില പണ്ഡിതന്മാർ അതിൻ്റെ ആശയം ശരിയായതുകൊണ്ട് ഉദ്ധരിക്കാറുണ്ട്. ഇത് ദുർബലമാകാനുള്ള കാരണം എന്താണ്? ഇതിൻ്റെ പരമ്പരയിൽ അബ്ദുല്ലാഹി ഇബ്നു ലഹീഅ എന്ന റാവിയുണ്ട്. അദ്ദേഹം ദുർബലനാണ്. അപ്പോൾ നമ്മൾ സലഫികളുടെ പ്രത്യേകത എന്താണ്? നമ്മൾ ഏത് വിഷയത്തിലും സഹീഹായ പ്രമാണങ്ങൾ മാത്രമേ സ്വീകരിക്കൂ. ഹദീസ് ദഈഫാണെങ്കിൽ അത് നമ്മൾ പറയുന്ന കാര്യത്തിനോട് യോജിച്ചതാണെങ്കിലും അത് പ്രമാണമായി കൊണ്ട് നടക്കുകയില്ല. ഒരു പക്ഷേ മറ്റുള്ള പ്രമാണങ്ങളുടെ കീഴിൽ അതിൻ്റെ ആശയം ഒന്നാണ് നിലക്ക്, ഒരു പ്രമാണം നിലക്കല്ലാതെ അത് ഉദ്ധരിച്ചേക്കാം. ഇതുപോലെ ഇപ്പം നമുക്ക് ഇസ്തിഗാസയുടെ വിഷയത്തിൽ എത്ര വ്യാജ കെട്ടുകഥകളാണ് എതിരാളികൾ കൊണ്ടുവരാറുള്ളത്. അങ്ങനെയാണെങ്കിൽ ശരിക്ക് ഈ അബ്ദുല്ലാഹി ഇബ്നു ലഹീഅ ആയതുകൊണ്ട് അത് കടുത്ത ദുർബലതയല്ല, ശരിക്ക് നിസാരമായ ദുർബലതയാണ്. കടുത്ത ദുർബലത എന്ന് പറഞ്ഞാൽ ദൗർബല്യം എന്താണ്? ഹദീസിൻ്റെ മത്തിനിൽ, അതായത് വ്യാജ ഹദീസുകൾ നിർമ്മിച്ചുണ്ടാക്കിയ റാവിമാർ ഉള്ള പരമ്പര എന്താണ്? അത് കടുത്ത വഅഫാണ്. അതേപോലെ തന്നെ ധാരാളം അബദ്ധങ്ങളുള്ള ഒരു റാവി ഒരു ഹദീസിൻ്റെ പരമ്പരയിലുണ്ടെങ്കിൽ അതെന്താണ്? ശദീദുൽ വഅഫാണ്. അതേപോലെ മത്രൂക്ക്, പണ്ഡിതന്മാരൊക്കെ ഉപേക്ഷിച്ച ആളാണെന്ന് പണ്ഡിതന്മാർ തള്ളിക്കളഞ്ഞ റാവിയാണെങ്കിൽ മത്രൂക്കുൽ ഹദീസ് എന്താണ്? ശദീദുൽ വഅഫാണ്. അപ്പോൾ ഇദ്ദേഹം ഈ ഇബ്നു ലഹീഅ വലിയ പണ്ഡിതനാണ്, മിസ്രിലെ വലിയ ഖാദിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ലൈബ്രറി കത്തിപ്പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പല റെഫറൻസും നഷ്ടപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അവസാന പ്രായം വന്നപ്പോൾ ഹദീസ് ധരിക്കുന്ന വിഷയത്തിലൊക്കെ എന്താണ്? വബത്തിനെതിരായി ചില വാക്കുകളും പദങ്ങളൊക്കെ വന്നു. അങ്ങനെയാണ് അദ്ദേഹം ദുർബലനാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത്. അതല്ലാതെ അദ്ദേഹം എന്താണ്? മോശക്കാരനായതുകൊണ്ടല്ല. അപ്പോൾ ഈ ഇബ്നു ലഹീഅ എന്ന റാവി തന്നെയാണ് ഇന്നഹു ലാ യുസ്തഗാഥു ബി ഇന്നമാ യുസ്തഗാഥു ബില്ലാഹ്. ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഉണ്ട്. എന്താണ്? എന്നോടൊരിക്കലും ഇസ്തിഗാഥ ചെയ്യാൻ പാടില്ല, അള്ളാഹുവിനോട് മാത്രമാണ് ഇസ്തിഗാഥ ചെയ്യാൻ പാടുള്ളൂ എന്ന് ശരിക്ക് ഇസ്തിഗാഥ എന്ന വാക്ക് തന്നെ ഉള്ളൊരു ഹദീസുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ ചർച്ചകളിലും സംസാരങ്ങളിലും ആ ഹദീസ് പ്രമാണമായി ഉദ്ധരിക്കാത്തത്? അതിൽ ഈ ഒരു റാവിയായ ഇബ്നു ലഹീഅ എന്ന റാവി ഉണ്ടായത് കൊണ്ട് തന്നെ. അതാണ് യഥാർത്ഥത്തിൽ സലഫികൾ സത്യസന്ധത. കാരണം ഇവിടെ ശരിക്ക് ആ ഒരു ദുർബലതയെ മറച്ചു വെച്ച് ജനങ്ങൾക്ക് എന്താണ്? അത് പ്രമാണമായി അവതരിപ്പിക്കുന്നില്ല. മനസ്സിലായല്ലോ? അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണ്? ഇതിന് ബദലായ പല ഹദീസുകളും തെളിവുകളും ആയത്തുകളും ഏറെയുണ്ട്. എന്താണ്? അതായത് അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന തന്നെയാണ് ഇബാദത്ത്. ഇന്ന് സഹീഹായ ഹദീസാണ്. ഇമാം അബൂ ദാവൂദും ഒക്കെ റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസാണ്. അപ്പോൾ സഹീഹായ ഹദീസ് ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ദുർബലമായ ഒരു ഹദീസ് പ്രമാണമാക്കേണ്ടതില്ല. ഷെയ്ഖ് അതിൻ്റെ ആശയം ശരിയായതുകൊണ്ട് അതിലേക്കുള്ള സൂചന നൽകിയെന്ന് മാത്രം. വഫിൽ ഹദീസി മുഖുഹ ദുആഉ ഖൗഫുൻ തവക്കുലുൻ കദർ റജാ. എന്താണ്? അതായത് വഫിൽ ഹദീസി മുഖുഹ ദുആഉ മനസ്സിലാക്കി. ഖൗഫുൻ തവക്കുലുൻ, ഭയം, അള്ളാഹുവിനുള്ള ഭയം, എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ ബലമേൽപ്പിക്കുക. തവക്കുൽ, അള്ളാഹുവിനുള്ള പ്രതീക്ഷ. ഇതൊക്കെ എന്താണ്? ഇബാദത്തിൻ്റെ വ്യത്യസ്ത ഇനങ്ങളാണ്. നമ്മൾ പഠിക്കുന്ന അധ്യായം എന്താണ്? ഇബാദത്തിൻ്റെ നിർവചനം, ഇബാദത്തിൻ്റെ വ്യത്യസ്ത ഇനങ്ങൾ. അപ്പോൾ ഇവിടെ ഖൗഫ്, അതേപോലെ തന്നെ
പിന്നീട് പറയുന്നുണ്ട് വറഗ്ബത്തുൻ വറഹബത്തുൻ ഖുശൂഉ വഖശിയത്തുൻ ഇനാബത്തുൻ ഖുദൂഉ. ഖൗഫ് എന്ന് പറയുന്ന അർത്ഥം ഭയമാണ്, തവക്കുൽ എന്ന് പറഞ്ഞാൽ വരമേൽപ്പിക്കുകയാണ്, റജാ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയാണ്. റഗ്ബത്തും താല്പര്യവും പ്രതീക്ഷയുടെ വേറൊരു അർത്ഥമാണ്. റഹബത്ത് എന്ന് പറഞ്ഞാലും ഭയമാണ്, ഖുശൂഉ ഭക്തിയാണ്, വഖശിയത്തുൻ ഭയമാണ്. അപ്പോൾ എന്താണ് ഈ ഖൗഫും ഖശിയത്തും തമ്മിൽ വ്യത്യാസം? ഖൗഫ് ഭയം, ഖശിയത്തും ഭയം. എന്താവും തമ്മിലുള്ള വ്യത്യാസം? പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അതായത് നാം ആരെയാണോ ഭയക്കുന്നത് അയാളെക്കുറിച്ച് വ്യക്തമായ ബോധവും അറിവും ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ഭയക്കുക. കേവലം ഒരു ഭയം മാത്രമല്ല. സാധാരണ ഭയത്തിനെന്ന് പറയും, ഖൗഫ് എന്ന് പറയും. പക്ഷെ അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ആ ഒരു ഇൽമിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭയം, അതാണ് എന്ത്? ഖശിയത്ത്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിവുള്ള ആൾക്കാരെ കുറിച്ച് എന്ത് പറഞ്ഞു? ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അപ്പോൾ അള്ളാഹുവിൻ്റെ അടിയാറുകളിൽ, അടിമകളിൽ അള്ളാഹുവിനെ ഭയക്കുന്നവർ പണ്ഡിതന്മാരാണെന്ന് പറയുമ്പോൾ അവിടെ ഖശിയ എന്ന വാക്കാണ് പ്രയോഗിച്ചത്. കാരണം അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായ ആ ഒരു ഇൽമിൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭയം, അതാണെന്ത്? ഖൗഫ്. അതേപോലെ തന്നെ നോക്കൂ നിങ്ങൾ, റജ എന്ന് പറയാൻ പ്രതീക്ഷ, റഗ്ബത്തും യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിനും അള്ളാഹുവിങ്കൽ നിന്നുള്ള ആ ഒരു താല്പര്യവും ആ ഒരു ഇഷ്ടവും പ്രതീക്ഷയും തന്നെയാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ എന്താ വ്യത്യാസം? അതായത് റജാവും റഗ്ബത്തും തമ്മിലുള്ള വ്യത്യാസം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് മദാരിജുസ് സാലിക്കീൻ പറയുന്നു, വൽ ഫർഖു ബൈന റഗ്ബതി വറജാ അന്ന റജാ തമഉൻ والرغبة طلب فهي ثمرة الرجاء فإنه إذا رجى الشيء طلبه. അതായത് റജാ എന്ന് പറഞ്ഞാൽ കേവലം പ്രതീക്ഷയാണ്. റഗ്ബത്ത് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയോടൊപ്പം തന്നെ നാം എന്താണ് പ്രതീക്ഷിക്കുന്നത് അത് കിട്ടുവാൻ വേണ്ടി അതിനെ അന്വേഷിച്ച് നമ്മൾ തേടി നാം പ്രവർത്തിക്കുക, അതിനെ അന്വേഷിച്ച് നാം തേടിപ്പിടിക്കുക. അപ്പോൾ ഈ പ്രതീക്ഷയോടൊപ്പം എന്തുണ്ട്? ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് അതിലേക്ക് എത്തിപ്പെടാൻ, അത് കിട്ടാനുമുള്ള ഒരു പ്രയത്നം ഏതിലുണ്ട്? റഗ്ബത്തിൽ ഉണ്ട്. അപ്പം റജാഇനേക്കാൾ ഉയർന്ന പടിയാണ് ഏത്? റഗ്ബ. അതേപോലെ തന്നെ ഇവിടെ ഷെയ്ഖ് പറഞ്ഞു ഖുശൂഅ്. എന്നാ ഖുശൂഅ് എന്ന് പറഞ്ഞാൽ ഭക്തി. അതേപോലെ ഖുദൂഉം ഒരു നിലയ്ക്ക് ഭക്തി തന്നെയാണ്. പക്ഷെ എന്താ വ്യത്യാസം? വ്യത്യാസം എന്ന് വെച്ചാൽ ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായി വരുന്ന ഭക്തിക്കാണെന്ന് പറയാം, ഖുശൂഅ് എന്ന് പറയാം. അതുകൊണ്ടാണ് ശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അപ്പോൾ ഖുശൂഅ് ഉള്ളവരാണ്. അപ്പോൾ ഖുദൂഅ് ഒരു പക്ഷേ കേവലം ബാഹ്യമായി ഒരു ശരീരഭാവത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഭക്തിയായിരിക്കും. പക്ഷെ ഹൃദയത്തെ നിന്ന് തട്ടി സ്പർശിച്ചുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന ഉത്ഭവിക്കുന്ന ഭക്തിക്കാണെന്ന് പറയാം, ഖുശൂഅ് എന്ന് പറയാം. ഇമാം ഇബ്നു റജബിൽ ഹംബലി റഹിമഹുല്ലാഹ് പറഞ്ഞു, അസ്ലുൽ ഖുശൂഇ ഹുവ ലീനുൽ ഖൽബി വരിഖതുഹു. അപ്പം ഹൃദയത്തിൻ്റെ ആ ഒരു ലീനും റിഖത്തും, ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഭക്തിക്കാണ് ഖുശൂഅ് എന്ന് പറയുക. അപ്പം റഗ്ബത്തുൻ വറഹബത്തുൻ ഖുശൂഉ വഖശിയത്തുൻ ഇനാബത്തുൻ ഖുദൂഉ. ഇതൊക്കെ നമ്മൾ പഠിച്ചു. എന്താണ് പഠിക്കേണ്ടത്? ഇനാബത്ത്. ഇനാബ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹുലേക്ക് ഖേദിച്ച് പശ്ചാത്തപിച്ച് മടങ്ങുക എന്നാണ്. തൗബയുടെ ഒരു അർത്ഥമാണ് ഇനാബത്തിനുള്ളത്. പക്ഷെ പണ്ഡിതന്മാർ ഇനാബത്തിനും തൗബക്കും തമ്മിലുള്ള സൂക്ഷ്മമായ വ്യത്യാസം പഠിപ്പിക്കുന്നുണ്ട്. തൗബയും ഇനാബയും മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എന്താണ്? അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക എന്നാണ്. പക്ഷേ തൗബയ്ക്ക് ശേഷം നാം അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട്, അള്ളാഹുവിനെ ഇബാദത്തെടുത്തുകൊണ്ട്, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അതിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുക. അപ്പോൾ കേവലം തൗബ മാത്രമല്ല, മറിച്ച്
അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇബാദത്തുകളൊക്കെ അധികരിപ്പിക്കുക. അപ്പോൾ അതുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് വെച്ചാൽ, അതായത് ഇനാബത്ത് എന്ന് പറഞ്ഞാൽ തൗബയും അതിനപ്പുറം അള്ളാഹുവിന് തൃപ്തികരമായ കാര്യങ്ങൾ നാം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അതിലേക്ക് എന്താണ് മുന്നേറുക. അതാണ് എന്താണ് അനീബു ഇലാ റബ്ബിക്കും അസ്ലിമൂ ലഹു. ഇനാബത്ത് എന്ന് പറഞ്ഞാൽ തൗബയേക്കാൾ ഉന്നതമായ പദവിയാണ്. അപ്പോൾ ഇതാണ് ഇത് വളരെ പണ്ഡിതന്മാർ സൂക്ഷ്മമായ വ്യത്യാസങ്ങൾ. ഓരോ വാക്കുകൾ നമ്മൾ ബാഹ്യമായ അർത്ഥം വായിക്കുമ്പം ഒന്നാണെന്ന് തോന്നുമെങ്കിലും അവർക്ക് ഇടയിൽ എന്താണ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇത് ഈ പശ്ചാത്തപിച്ച് മടങ്ങുമെന്ന് പറയുമല്ലോ, അതാണ് ഇനാബത്തിൻ്റെ ബാഹ്യമായ അർത്ഥം. പക്ഷേ ഇനാബത്തും തൗബയും തമ്മിലുള്ള ശരിക്ക് കൃത്യമായ വ്യത്യാസം എന്താണെന്നാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. അപ്പം കേവലം മടക്കം മാത്രമല്ല, ആ മടക്കത്തോടൊപ്പം തന്നെ നമ്മൾ സൽക്കർമ്മങ്ങളിൽ മുഴുകി അങ്ങനെ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് മുന്നേറുക. ഷെയ്ഖ് പറയുന്നു, ഈ വ്യത്യസ്ത ഇനങ്ങളൊക്കെ ഉദ്ധരിച്ചതിന് ശേഷം പറയുന്നു, വലിസ്തിആദതു വലിസ്തിആന കദസ്തിഗാദതുൻ ബിഹി സുബ്ഹാന. അള്ളാഹുവിൽ അഭയം തേടുക, അള്ളാഹുവിൽ ശരണം തേടുക. എന്താണ് ഇസ്തിആദ? ഇസ്തിആദ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. നമ്മൾ ഒരു സ്ഥലത്ത് ഇറങ്ങിച്ചെന്നാൽ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രദേശം വിടുന്നത് വരെ അവൻ യാതൊരു ഉപദ്രവവും ഏൽക്കില്ല. ഇത് സഹീഹ് ബുഖാരിയിൽ ഹദീസാണ്. ഇവിടെ മഹാന്മാരായ പണ്ഡിതന്മാർ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ പോലെ പണ്ഡിതന്മാരൊക്കെ തെളിവുദ്ധരിച്ചു ഈ ഹദീസ് കൊണ്ട്. എന്താണ്? ഖുർആന് അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ കലാം അള്ളാഹുവിൻ്റെ സിഫത്താണ്. കാരണം സൃഷ്ടിയാണെങ്കിൽ ഒരിക്കലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ആ സൃഷ്ടിയായ ഖുർആനിൽ അഭയം തേടുകയില്ല. അപ്പം അള്ളാഹുവിൻ്റെ സിഫത്തായ അള്ളാഹുവിൻ്റെ വിശുദ്ധ വചനങ്ങളായതുകൊണ്ടാണ് അഊദു ബി കലിമാത്തില്ലാഹി താമ്മാതി. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ കിട്ടി. ഒന്ന്, അള്ളാഹുവിനെ കൊണ്ട്, അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങൾ കൊണ്ട് മാത്രമേ അഭയം തേടാൻ പാടുള്ളൂ. അപ്പോൾ എന്താണ് ഈ ഗുണവിശേഷണങ്ങൾ കൊണ്ട് അഭയം തേടുന്ന അർത്ഥം? അതായത് ഈ ഗുണവിശേഷണങ്ങളുള്ള റബ്ബിൽ അഭയം തേടി എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇമാം ഇബ്നു അബിൽ ഇസ്സൊക്കെ ശർഹു തഹാവിയിൽ ഇത് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ സിഫാത്തുകളിൽ അഭയം തേടുന്ന അർത്ഥം എന്താണ്? ഈ സിഫാത്തുകൾ കൊണ്ട് മൗസൂഫായ അള്ളാഹുവിൽ അഭയം തേടി. അപ്പോൾ ഇവിടെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ എത്ര പഴക്കമുള്ള ഇമാമാണ്. ഹിജ്റ 241 മരണപ്പെട്ടു. അപ്പോൾ 1200 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഹദീസ് തെളിവാക്കി. എന്താണ്? ലാ യുസ്തആദു ബി മഖ്ലൂഖ്. ഇമാം അഹ്മദ് പറഞ്ഞാണ്. 1200 വർഷങ്ങൾക്ക് മുമ്പ് ആര് പറഞ്ഞു? ഇമാം അഹ്മദ് പറഞ്ഞു. എന്ത് പറഞ്ഞു? ലാ യുസ്തആദു ബി മഖ്ലൂഖ്. ഒരു മഖ്ലൂഖിനോടും അഭയം തേടാൻ പാടില്ല. എന്താ അതിൻ്റെ അർത്ഥം? അതായത് അഊദു ബി കലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിൻ്റെ സമ്പൂർണ്ണ വചനങ്ങളിൽ ഞാൻ അഭയം തേടുന്നു. ഏതിൽ നിന്ന്? മിൻ ശർരി മാ ഖലഖ്, അള്ളാഹു സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികളുടെയും ഷർറിൽ നിന്ന്. അങ്ങനെ അവൻ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ ഷർറിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കുന്നവൻ അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് ലാ യുസ്തആദു ബി മഖ്ലൂഖ്. അതിന് പകരം ഒരു സൃഷ്ടിയുടെ പേര് വെക്കാൻ പറ്റില്ല. ഇവിടെ അത്ഭുതം എന്താ അറിയോ? അതായത് ഇവിടെ എതിരാളികൾ പറയുന്നു, ഇബ്നു തൈമിയയ്ക്ക് മുമ്പ് ആരും ഇസ്തിഗാസ തവസ്സുൽ എതിർത്തിട്ടില്ല. ആദ്യമായി ഇസ്തിഗാസ ശിർക്കാണെന്ന് പറഞ്ഞ ആരാണ്? ഇബ്നു തൈമിയാണെന്ന്. എന്നാൽ ഇത് പൂർണ്ണ അബദ്ധവും അബദ്ധജടിലമായ ആരോപണവും വിവരക്കേടുമാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ 1200 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ശിഷ്യനായ അഥവാ ഇമാം ഖല്ലാൽ റഹ്മഹുള്ള, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റിവായത്തുകളൊക്കെ ക്രോഡീകരിച്ച മഹാനായ പണ്ഡിതനാണ് ഇമാം ഖല്ലാൽ. ഇമാം ഖല്ലാലിൻ്റെ കിതാബ് സുന്നയിൽ ഇമാം അഹ്മദിന് ഉദ്ധരിക്കുന്നു. എന്താണ്? അഊദു ബിൽ അംബിയ, അതായത് ഔ ബിൽ മലായിക, അതായത് മലക്കുകളിൽ അഭയം തേടിയിരിക്കുന്നു, അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ അഭയം തേടിയിരിക്കുന്നു എന്ന് പറയാൻ പാടില്ല. ഇത് ഇമാം ഖല്ലാൽ ഇമാം അഹ്മദിൽ രേഖപ്പെടുത്തുന്നു. അപ്പോൾ വളരെ കൃത്യമായ പ്രമാണങ്ങളുണ്ട്.
ഈ വിഷയത്തിൽ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ പോലെയുള്ള ഇമാമിങ്ങളൊക്കെ ലാ യുസ്തആദ് മഖ്ലൂഖ് മാത്രമല്ല പറഞ്ഞത്, മറിച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു. ഇബ്നു ഖുസൈമ പറഞ്ഞു, ഇബ്നു ഖുസൈമയുടെ കിതാബ് തൗഹീദ് എന്ത് പറഞ്ഞു? ഈ ഹദീസ് ധരിച്ചുകൊണ്ട് ഒരു മുസ്ലിമിനും പറയാൻ പാടില്ലാത്തതാണ് അഊദു ബിൽ കഅബ, കഅബയിൽ ഞാൻ അഭയം തേടിയിരിക്കുന്നു, അല്ലെങ്കിൽ അഊദു ബി അറഫാത്ത് ഔ മിന, അറഫാത്ത് എന്ന പുണ്യപ്രദേശമാണ്. പുണ്യമുള്ള പ്രദേശങ്ങളിലോ വ്യക്തികളിലോ സൃഷ്ടികളുടെ ശരീരത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി അഭയം തേടാൻ പാടില്ല എന്ന്. അപ്പോൾ അത് അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലായി. അതേപോലെ ഇസ്തിആനത്തും ആരാധന ഇനങ്ങളിൽപ്പെട്ടതാണ്. എന്ത്? ഇസ്തിആന, സഹായ തേട്ടം എന്നതിൻ്റെ അർത്ഥം. എന്നാൽ ആപൽ ഘട്ടങ്ങൾ, വിപൽ ഘട്ടങ്ങളിലുള്ള, പ്രതിസന്ധി ഘട്ടങ്ങളിലുള്ള സഹായ തേട്ടം എന്ത് പറയും? ഇസ്തിഗാഥ എന്ന് പറയും. ഇദ് തസ്തഗീഥൂന റബ്ബക്കും ഫസ്തജാബ ലക്കും. ബദ്ർ യുദ്ധത്തിൽ ആ ഒരു പ്രയാസഘട്ടത്തിൽ വിശ്വാസികൾ ആരോട് സഹായം ചോദിച്ചു? റബ്ബിനോട് സഹായം ചോദിച്ചു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകിയെന്ന്. അതല്ലാതെ പ്രവാചകന്മാരോട് ഇസ്തിഗാഥ ചെയ്തു അല്ലെങ്കിൽ ചെയ്യുന്നു അങ്ങനൊരു പ്രയോഗം ഖുർആനിലോ ഹദീസിലോ കാണാൻ സാധിക്കുകയില്ല. ഇനിയിപ്പം ഹദീസിലുണ്ടെങ്കിൽ തന്നെ അത് അള്ളാഹുവിനോട് ഇസ്തിഗാഥ നടത്തണോ വിശ്വാസ നടത്തണ വിഷയത്തിലുള്ള ഒരു ഹദീസ് ഉണ്ടെങ്കിൽ, നേരത്തെ സൂചിപ്പിച്ച ഹദീസാണ് ഇന്നഹു ലാ യുസ്തഗാഥു ബി വ ഇന്നമാ യുസ്തഗാഥു ബില്ലാഹ്. അതായത് ഇബ്നു തൈമിയ്യക്കുള്ള ഒരു ആരോപണമായിരുന്നു, റസൂലുള്ളാഹിനോട് ഇസ്തിഗാഥ ചെയ്യാൻ പാടില്ല എന്ന് ആര് പറഞ്ഞു? ഇബ്നു തൈമിയ്യ പറഞ്ഞു. അത് അദബുകേടാണ്. അന്നത്തെ ഒരു മുഫ്തി ഫത്വ കൊടുത്ത് ഇബ്നു തൈമിയ്യ ജയിലിലാക്കി. അപ്പോൾ റസൂലുള്ളാഹിനോട് ഇസ്തിഗാഥ ചെയ്യാൻ പാടില്ലെന്ന് ശരിക്കും ആ ഒരു പ്രയോഗം അദബുകേടാണെന്ന് ഇബ്നു തൈമിയ്യ മറുപടി കൊടുത്തു, പല മറുപടി കൊടുത്തു. അതിൽ ശ്രദ്ധേയമായ ഒരു മറുപടിയാണ് തൽഖീസുൽ ഇസ്തിഗാഥയിൽ കാണാൻ സാധിക്കും. അതായത് ഇന്നഹു ലാ യുസ്തഗാഥു ബി ഇന്നമാ യുസ്തഗാഥു ബില്ലാഹ് എന്ന ദുർബലമായ ഹദീസാണ്. അത് ശരി. പക്ഷേ ഈ ഹദീസ് ഗ്രന്ഥങ്ങളിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ആരും അത് അദബുകേടാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം അത് വളരെ ഒരു ഇബ്നു തൈമിയ്യൻ്റെ മറുപടിയിൽ ഉൾപ്പെട്ട ഒരു പോയിൻ്റായിരുന്നു. കഥ ഇസ്തിഗാഥത്തും ബി സുബ്ഹാന. അപ്പോൾ ഇസ്തിഗാഥ, ഇസ്തിആന, ഇസ്തിആദ എന്നീ സഹായ തേട്ടമാകട്ടെ അഭയം തേടലാകട്ടെ അള്ളാഹുവിന് മാത്രം സമർപ്പിക്കാൻ പാടുള്ള ഇബാദത്താണ്. അപ്പോൾ അതിലേക്ക് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അള്ളാഹ്ക്ക് മാത്രം സാധിക്കുന്ന വിധത്തിൽ സഹായ തേട്ടം, അഭയം തേടുക, ഇതാണ് ഇബാദത്ത്. അതാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിൻ്റെ അർത്ഥം. നമ്മുടെ സലഫുൽ നൽകിയ വ്യാഖ്യാനം എന്താണ്? അതായത് ഇബ്നു അബ്ബാസ് പോലെയുള്ള സഹാബികളൊക്കെ വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിൽ നൽകിയ വ്യാഖ്യാനം ഐ നസ്തഈനു ബിക യാ റബ്ബനാ ഫീ ജമീഇ ഉമൂരിനാ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും സർവ്വ വിഷയങ്ങളിലും ഞങ്ങൾ നിന്നോട് മാത്രമാണ് സഹായം ചോദിക്കുന്നത്. അപ്പം നമ്മുടെ എല്ലാ പ്രയാസങ്ങളും എല്ലാ വിഷയങ്ങളിലും പരിഹരിക്കാനും സഹായിക്കാനും സാധിക്കുന്നത് അല്ലാഹു മാത്രമാണ്. ശരിക്കും തൗഹീദാണ് പഠിപ്പിക്കുന്നത്. ഈ നിലക്കുള്ള ഇസ്തിആനത്ത് ഒരിക്കലും സൃഷ്ടികളോട് ചോദിക്കാൻ പാടില്ല. അപ്പം അല്ലാഹ്ക്ക് മാത്രം അവകാശപ്പെട്ട ഇസ്തിആനത്താണ് എതിലുള്ളത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അപ്പം അതാണ് ഇബാദത്തായ ഇസ്തിആനത്ത്. അപ്പം ഇസ്തിആനത്ത്, ഇസ്തിഗാഥ എന്നൊക്കെ പറയുമ്പം ഇബാദത്തായതുകൊണ്ട് ഇബാദത്ത് അല്ലാത്ത ഇസ്തിആനത്തും ഉണ്ട്. അപ്പം സൃഷ്ടികൾക്ക് സാധിക്കുന്ന, അവ ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ഇപ്പം മനുഷ്യരാണെങ്കിൽ അവരോട് സഹായം ചോദിക്കാം. ആ സഹായ തേട്ടം ആരും ശിർക്കാണെന്ന് പറയുന്നില്ല. വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. അപ്പോൾ തഖ്വയുടെയും പുണ്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ, നന്മയുടെ അടിസ്ഥാനത്തിൽ പരസ്പരം സഹായിക്കാം, സഹകരിക്കാം. ഇതാരും തടുക്കുന്നില്ല. ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. അവിടെയും പണ്ഡിതന്മാർ ഈ ഒരു വേർതിരിവ് പറയുന്നുണ്ട്. അള്ളാഹ്ക്ക് മാത്രം സാധിക്കുന്ന വിധത്തിൽ സൃഷ്ടികൾ ചോദിക്കാൻ പാടില്ല. അതേപോലെ അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ സൃഷ്ടികളോട് ചോദിക്കാൻ പാടില്ല. ഇത് യഥാർത്ഥത്തിൽ ഇമാം നവവി ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ 40 ഹദീസുകളുടെ ഷർഹിൽ ഈ ഒരു വിഭജനം പറയുന്നുണ്ട്.
സൃഷ്ടികളിലൂടെ അള്ളാഹു നടപ്പിലാക്കിയ ചില കാര്യങ്ങളുണ്ട്. അവരുടെ തൊഴിലുമായി സംബന്ധമായ, വ്യവസായം സംബന്ധമായ വിഷയങ്ങൾ. അതിലെന്താണ്? അവരോട് സഹായം ചോദിക്കാം. പക്ഷെ അള്ളാഹ്ക്ക് മാത്രം സാധിക്കുന്ന സൃഷ്ടികളിലൂടെ നടപ്പിലാക്കാത്ത കാര്യങ്ങളുണ്ട്. ഹിദായത്ത് നൽകുക, തൗഫീഖ് നൽകുക, രോഗശമനം, ശിഫ നൽകുക. അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക, നീ മാത്രമാണ് ഷാഫി. അതേപോലെ തന്നെ പാപമോചനം നൽകുക. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അപ്പോൾ അള്ളാഹു മാത്രമാണ് പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവൻ. ഇതെന്താണ്? മാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാത്തവർ സാധിക്കാത്ത കാര്യമാണ്. അതൊരിക്കലും സൃഷ്ടികളോട് ചോദിക്കാൻ പാടില്ല. അപ്പോൾ ഈ ഒരു വേർതിരിവ് പണ്ഡിതന്മാർ പറയുകയും ഒരു ചർച്ചയിൽ ഈ ഒരു ഉദ്ധരണി നൽകിയപ്പോൾ ചില ആൾക്കാർ പറയും ഇത് ഇമാം നവവിയിലേക്ക് സ്ഥിരപ്പെട്ടിട്ടില്ല. ഇമാം നവവിയിലേക്ക് സ്ഥിരപ്പെട്ടതാണെന്ന് ഷാഫിഈ മദ്ഹബിലെ പല പ്രഗത്ഭരായ പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം സുയൂത്തി അടക്കം പറയുന്നുണ്ട്. ഇമാം നവവിയുടെ ഗ്രന്ഥങ്ങളൊക്കെ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ ഷർഹുൽ അർബഈൻ വ അൽഫാദുഹ, അതായത് 40 ഹദീസുകളുടെ ഷർഹ് ലഫ്ദുകളൊക്കെ ഷർഹ് ചെയ്തുകൊണ്ടുള്ള ഗ്രന്ഥം ഇമാം നവവിക്ക് ഉണ്ട് എന്ന്. ഇനി മാത്രമല്ല, ആ ഗ്രന്ഥത്തിൽ നിന്ന് കോട്ട് ചെയ്തുകൊണ്ട് ഉദ്ധരിച്ചുകൊണ്ട് വേറെയും പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് എന്താണ്? ഇത് യഥാർത്ഥത്തിൽ തർക്കമില്ലാത്ത വിഷയമാണ് മുസ്ലിമീങ്ങൾക്കിടയിൽ. പിന്നീട് എന്താണ്? തർക്ക വിഷയമായിട്ട് വന്നതാണ് ഈ ബിദ്അത്ത് ഖുറാഫാത്തൊക്കെ പ്രചരിപ്പിച്ചപ്പോൾ. വസർഫു ബഅദിഹാ ലിഗൈരില്ലാഹി, അതിന് മുമ്പ് എന്താണ്? വദ്ദബ്ഹു വന്നദ്റു വഗൈറു ദാലിക്. അതേപോലെ ഇബാദത്തിന് ഇനങ്ങളിൽപ്പെട്ടതാണ് അറവ്, അള്ളാഹുക്ക് മാത്രം അറക്കുക, അള്ളാഹുവിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നേർച്ച നേരുക. ഇപ്പം പല ഖബറിലേക്കും ഔലിയാക്കളെ ഉദ്ദേശിച്ചുകൊണ്ട് നേർച്ചകൾ നേരുന്നു. ഈ നേർച്ചകൾ എന്താണ്? ശിർക്കാണെന്ന് പറയുമ്പോൾ അതിനെ ദുർവ്യാഖ്യാനിക്കുന്നു, അല്ലെങ്കിൽ വളച്ചൊടിക്കുന്നു, പല ന്യായങ്ങളും പറയുന്നു. അതെന്താണ്? അവർക്ക് കൂലി കിട്ടാൻ വേണ്ടി ചെയ്യുകയാണ്. ഇവിടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഹനഫി മദ്ഹബിലെ പ്രത്യേകിച്ച് ഫിഖ്ഹിന്റെ കിതാബുകളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അധിക പേരും മഹാന്മാരുടെ ജാറങ്ങളിലേക്ക് പോയി ചെയ്യുന്ന നേർച്ച അത് അവർക്കുള്ള ഇബാദത്താണ്. അൽ ബഹ്റുർ റായിഖ് ശർഹു കൻസിദ് ദഖായിഖിൽ, അതേപോലെ തന്നെ അന്നഹ്റുൽ ഫായിഖ് പോലെയുള്ള ഹനഫി കിതാബുകളിൽ കൃത്യമായി നൂറ്റാണ്ടുകൾക്ക് തന്നെ ഹനഫി പണ്ഡിതന്മാർ അന്നത്തെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഈ ഖബർ പൂജയെ സംബന്ധിച്ച് എതിർത്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഔലിയാക്കളുടെ ജാറങ്ങളിലേക്ക് പോയി അവരോട് സഹായം ചോദിക്കുകയും അവർക്ക് നൽകുന്ന നേർച്ചകൾ, ആ നേർച്ച ബാത്തിലാണ് ബിജ്മാഇൽ മുസ്ലിമീൻ. എന്താണ്? ഇജ്മാ പ്രകാരം അത് ബാത്തിലാണെന്ന്. എന്തുകൊണ്ട്? അവർ പറയുന്ന ന്യായം എന്താണ്? ലിഅന്ന നദ്റ ഇബാദ, നദ്ർ ഇബാദത്താകുന്നു. വൽ ഇബാദത്തു ലാ തകൂനു ലിമഖ്ലൂഖ്. ഇതേ പ്രകാരം തന്നെ അൽ ബഹ്റുർ റായിഖ്, അന്നഹ്റുൽ ഫായിഖ്, അൽ ഫതാവൽ ഖൈരിയ അറിയപ്പെട്ട ഹനഫി പണ്ഡിതനാണ് ഖൈറുദ്ദീൻ റംലി. ഖൈറുദ്ദീൻ റംലിയുടെ ഫതാവയിൽ പ്രകാരം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിക്ക് ഈ കേരളത്തിലെ മുജാഹിദുകളോ അല്ലെങ്കിൽ സലഫികളോ അല്ല ഇത് എതിർത്തത്, മറിച്ച് അവർ തന്നെ അംഗീകരിക്കുന്ന പല പണ്ഡിതന്മാരും ഇങ്ങനെയുള്ള അനാചാരങ്ങളെ ശക്തമായി എതിർക്കുകയും വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ദബ്ഹും നദ്റും അറവും നേർച്ചയുമൊക്കെ അള്ളാഹുവിന് മാത്രം സമർപ്പിക്കാൻ പാടുള്ളൂ. ഫഫ്ഹം ഹുദീത ഔദഹൽ മസാലിക് വസർഫു ബഅദിഹാ ലിഗൈരില്ലാഹി, അതായത് ഇതിൽ ചിലത് അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കുന്നത് ഷിർക്കുൻ, അത് ഷിർക്കാകുന്നു. വദാക അഖ്ബഹുൽ മനാഹി, അതായത് അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ ഏറ്റവും മോശകരമായ നീചമായ പാപം, കുറ്റകരമായ പാപം ഷിർക്കാകുന്നു. ഇന്ന ഷിർക ലദുൽമുൻ അദീം, ഏറ്റവും ഗുരുതരമായ അക്രമം ഷിർക്കാകുന്നു. ഷിർക്കിനെ കുറിച്ച് ഷെയ്ഖ് അവസാനം പറഞ്ഞപ്പോൾ എന്താണ് ഷിർക്ക്, ഷിർക്കിൻ്റെ വ്യത്യസ്ത ഇനങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പിന്നീട് അവസാനിപ്പിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൻ്റെയും അവസാന ഭാഗം ഷിർക്കിനെ സംബന്ധിച്ചുള്ള ഈ ഒരു ചെറിയ വിവരണമായിരിക്കും. ഫസ്ലുൻ, ഇത് ഫസ്ലുള്ള അധ്യായമാണ്, ചെറിയ അധ്യായത്തിനാണ് ഇത് ഫസ്ൽ എന്ന് പറയാം. ഫി ബയാനി ദിദ്ദി തൗഹീദ് വഹുവ ഷിർക്ക്, തൗഹീദിൻ്റെ വിപരീതമായ കാര്യത്തെക്കുറിച്ചുള്ള ഒരു വിവരണമാണ്, ബയാനാണ്. എന്താണ് വിപരീതമായത്? ഷിർക്ക്.
അള്ളാഹുവിൽ പങ്കു ചേർക്കുക. വഅന്നഹു യൻഖസിമു ഇലാ ഖിസ്മൈൻ, അത് രണ്ട് ഇനങ്ങളാക്കി തിരിക്കപ്പെട്ടിട്ടുണ്ട്. അസ്ഗറ വ അക്ബറ വ ബയാനി കുല്ലി മിൻഹുമാ. അസ്ഗറും അക്ബറും. ശരിക്കും അസ്ഗറിൻ വ അക്ബറിൻ എന്നാണ് വേണ്ടത്. പക്ഷെ ഭാഷാ നിയമപ്രകാരം എന്താണ്? അക്ബറ അസ്ഗറ എന്നാണ്. കാരണം അക്ബറ അസ്ഗറ എന്ന വാക്കിന് എന്തുണ്ടാവില്ല? കസ്ർ ബാധിക്കുകയില്ല. മംനൂഅ് മിന സർഫാണ്. അതെന്താണ്? അതായത് അതൊരു വിശേഷണമാണ്, വസ്ഫാണ്. അതേപോലെ തന്നെ അത് അഫ്അൽ ഫിഅലിൻ്റെ വസ്നാണ്, ഒരു ക്രിയയുടെ വസ്നായതുകൊണ്ട് തന്നെ മംനൂഅ് മിന സർഫാണ്. വബയാനി കുല്ലി മിൻഹുമാ വശ്ശിർക്കു നൗആനി ഫശിർക്കുൻ അക്ബറു ബിഹി ഖുലൂദുൻ നാരി ഇദ് ലാ യുഗ്ഫറു. അള്ളാഹുൽ പങ്കു ചേർക്കുക എന്നാണ് ഷിർക്കിൻ്റെ അർത്ഥം. നമ്മളൊരു കാര്യം ഷിർക്ക് എന്ന് പറയുമ്പോൾ അള്ളാഹുൽ പങ്കു ചേർക്കൽ എന്ന സംഗതി അവിടെ സാക്ഷാത്കരിക്കുന്നുണ്ടോ, സംഭവിക്കുന്നുണ്ടോ എങ്കിൽ മാത്രമേ അതിനെക്കുറിച്ച് ഷിർക്ക് എന്ന് പറയാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ ചില ആൾക്കാർ തെറ്റിദ്ധരിച്ചു. അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കുന്നത്, പക്ഷേ നബി മുഖേന നബിയെ തവസ്സുലാക്കിക്കൊണ്ട് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ഇത് ഷിർക്കാണോ? ഷിർക്കല്ല, ബിദ്അത്താണ്. അപ്പോൾ അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു നബി മുഖേന, അല്ലെങ്കിൽ ഒരു വലിയൻ്റെ ജാഹ് മുഖേന, അത് ബിദ്അത്താണ്, അത് പാടില്ലാത്തതാണ്, പുതുതായി കൊണ്ടുവന്നതാണ്. പക്ഷെ എന്തല്ല, ഇബാദത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ്? അള്ളാഹുവിനോടാണ്. പക്ഷെ ആര് വഴി? മഹാന്മാരുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട്. അപ്പം അത് ബിദ്അത്താണെങ്കിൽ തന്നെ, ഷിർക്കല്ലെങ്കിൽ തന്നെ ഷിർക്കിലേക്കുള്ളൊരു വസീലയാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. കാരണം തവസ്സുലാണ്. ഈ ഇസ്തിഗാസ സംഭവിക്കുന്നത് ഏതിൻ്റെ പേരിലാണ്? തവസ്സുലിൻ്റെ പേരിലാണ്. തുടക്കത്തിൽ തവസ്സുലായിരുന്നു. ആ തവസ്സുൽ പിന്നീട് അത് കൂടുതലായിട്ട് പുരോഗമിച്ച് ഇസ്തിഗാസയായി മാറി. ആദ്യം മഹാന്മാർ മുഖേന എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങി. പിന്നെന്താണ്? ആ മഹാന്മാരോട് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് ശരിക്ക് ഷിർക്കിൻ്റെ നമ്മൾ മനസ്സിലാക്കണം. ഈ ശൈത്താൻ, ഇബ്ലീസ് ഈ ഷിർക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുമ്പം പെട്ടെന്ന് ആ ഷിർക്ക് ചെയ്തോളെന്ന് പറയില്ല. ആദ്യം മഹാന്മാരെ ആദരിക്കുക എന്നാണ് പറയുക. ഇപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിന് സംഭവിച്ചതാണല്ലോ. മഹാന്മാരെ ആദരിക്കുക, അവരെ ഓർമ്മിക്കാൻ വേണ്ടി പ്രതിമകൾ ഉണ്ടാക്കുക. അങ്ങനെ അടുത്ത തലമുറ വന്നപ്പോഴോ അതൊക്കെ മറന്നു കളഞ്ഞു. അവരെന്താണ്? അല്ല, ഇവരെ ആരാധിക്കുവാൻ വേണ്ടിയാണ് ആ പ്രതിമകളൊക്കെ പിതാക്കന്മാരുണ്ടാക്കിയത്, നിർമ്മിച്ചുണ്ടാക്കിയത്. അപ്പം അതുകൊണ്ടാണ് ഈ നഫീസത്ത് ബീവിയെ സംബന്ധിച്ച് ഇബ്നു കസീറിൻ്റെ ഒരു നമ്മളെ ഉസ്താദന്മാരും അതേപോലെ തന്നെ ക്ലാസ് എടുക്കുന്ന നമ്മളെ പ്രവർത്തകരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇബ്നു കസീറിൻ്റെ അറിയപ്പെട്ട ചരിത്ര ഗ്രന്ഥമാണ് അൽ ബിദായത്തു വൻ നിഹായ. അപ്പോൾ അതിൽ അസ്സയ്യിദ നഫീസ, അതായത് നബി വസല്ലമിൻ്റെ പരമ്പരയിൽപ്പെട്ട ഒരു മഹദിയായിരുന്നു അസ്സയ്യിദ നഫീസ റഹ്മഹല്ലാഹ്. അപ്പോൾ അവർ മരണപ്പെട്ടതിന് ശേഷം അവിടെ ഖബറിൽ ജാറമുണ്ടാക്കുകയും അങ്ങനെ ഈ മുസ്ലികളൊക്കെ പോയിട്ട് അവിടെ ഇസ്തിഗാസയും അതേപോലെ പല ശിർക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇബ്നു കസീർ ആ ഒരു കാര്യം വിവരിച്ചുകൊണ്ട് പറയാണ്, എന്താണ്? പല മുസ്ലികളും അവിടെ പോയിട്ട് അതിരുകവിഞ്ഞുകൊണ്ട് അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ അവിടെ സമർപ്പിക്കുന്നു, അവരോട് ചോദിക്കുന്നു. അപ്പോൾ ഇബ്നു കസീർ പറയുകയാണ് എന്താണ്? അതായത് വഅസ്ലു ശിർക്ക് അൽ മുഗാലാത്ത് ഫിൽ ഖുബൂർ. അപ്പോൾ ഖബറുകളിലുള്ള അതിരുകവിയലാണ് യഥാർത്ഥത്തിൽ ഈ ഷിർക്കിൻ്റെ ഒക്കെ ആരംഭം, അതിൻ്റെ തുടക്കം എന്ന് ഇബ്നു കസീർ പറയുന്നുണ്ട്. അതേപോലെ ഈ അസയ്യിദ് നഫീസെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇമാം ദഹബിയും സിയറു അലാമിൻ നുബലായിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു ഹജർ അൽ അസ്ഖലാനിയും ഇതേ വിഷയം തന്നെ അദ്ദേഹത്തിൻ്റെ ഫത്വയായിട്ട് ശിഷ്യനായ സഖാവി റഹ്മഹുല്ലാഹ് അൽ ജവാഹിർ വദ്ദുറർ ഫി തർജമത്തി ശൈഖുൽ ഇസ്ലാം അൽ ഹാഫിദ് ബിൻ ഹജർ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. സഹോദരന്മാർ, ഇവിടെ പറഞ്ഞിരുന്നതാണ് ഷിർക്കിൻ്റെ രണ്ട് ഇനങ്ങളാണ് ഇവിടെ വിവരിക്കുന്നത്. ഫശിർക്കുൻ അക്ബറു ബിഹി ഖുലൂദുൻ നാരി ഇദ് ലാ യുഗ്ഫറു. ഒന്നാമത്തെ ഇനം എന്താണ്? വലിയ ഷിർക്ക് അക്ബർ. അത് സംഭവിച്ചാൽ എന്താണ് അതിൻ്റെ ശിക്ഷ? എന്താണ്? ഖുലൂദുൻ നാർ, നരകത്തിൽ ശാശ്വതനായി കഴിയും. ഇദ് ലാ യുഗ്ഫറു, ഒരിക്കലും അത് പൊറുക്കപ്പെടുകയില്ല. എന്താണ് ഷിർക്ക് അക്ബർ എന്ന് പറഞ്ഞാൽ? വഹുവ ഇത്തിഖാദുൽ അബ്ദി ഗൈറല്ലാഹി നിദ്ദൻ ബിഹി മുസവിയൻ മുദാഹി. അപ്പം അള്ളാഹുവിനെ തുല്യനാക്കി സമപ്പെടുത്തിക്കൊണ്ട് തന്നെ അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവിനെ തുല്യപ്പെടുത്തുക.
യഖ്സിദുഹു ഇൻദ നുസൂലി ദുർരി ലിജൽബി ഖൈരിൻ ഔ ലിദഫ്ഇ ശർരി. അപ്പോൾ അള്ളാഹുവിന് പുറമെ അള്ളാഹു അല്ലാത്തവർ അള്ളാഹു തുല്യപ്പെടുത്തുക എന്ന് പറയുമ്പോൾ പ്രയാസഘട്ടത്തിൽ നന്മ കിട്ടുവാനും അതേപോലെ ദോഷത്തെ തിന്മയെ തടുക്കുവാനും വേണ്ടി ഈ ആരാധ്യന്മാരെ സമീപിക്കുക. ഔ ഇൻദ അയ്യി ഗറദിൻ ലാ യഖ്ദിറു അലൈഹി ഇല്ലൽ മാലികുൽ മുഖ്തദിറു. അപ്പം മാലിക്കായ, എല്ലാത്തിൻ്റെയും ഉടമസ്ഥനായ, എല്ലാം കഴിയുന്ന, എല്ലാ കാര്യവും ചെയ്യാൻ സാധിക്കുന്ന അള്ളാഹ്ക്ക് മാത്രം പ്രവർത്തിക്കാൻ സാധിക്കുന്ന കാര്യം കിട്ടുവാനും ലഭിക്കുവാനും വേണ്ടി സമീപിക്കുക. അപ്പം അള്ളാഹ്ക്ക് മാത്രം സാധിക്കുന്ന ചില ഉദാഹരണങ്ങളാണ് നാം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. എന്താണ്? ഷിഫാ ഉൽ മറം, രോഗശമനം. അതേപോലെ തന്നെ പാപമോചനം നടത്തും. യാ നബി ഇഗ്ഫിർലി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഹുക്ം എന്താണ്? ശിർക്കാണ്. അപ്പോൾ പറയും അള്ളാഹ്ക്ക് മാത്രം സാധിക്കുന്ന കാര്യമല്ലേ സ്വർഗം ചോദിക്കുക എന്ന്. റബീഅ റളിയല്ലാഹു അൻഹു നബിയോട് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന് പറഞ്ഞില്ലേ? എന്താ അതിനുള്ള മറുപടി? അതെ, അതായത് ഇമാം നസാഇ, ഇമാം അഹ്മദ് ഒക്കെ റിപ്പോർട്ട് ചെയ്ത സഹീഹായ റിവായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന ഹദീസിന്റെ പൂർണ്ണഭാഗം എന്താണ്? ഉദ്ഉല്ലാഹ ഇശ്ഫഅ ലി യാ റസൂലല്ലാഹ് എന്നുണ്ട്. അതായത് എനിക്ക് വേണ്ടി താങ്കൾ പ്രാർത്ഥിക്കണം റസൂലല്ലാഹ്, എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യണം. എന്തിന്? താങ്കളുടെ കൂടെ സ്വർഗത്തിൽ കഴിയുവാൻ. അപ്പം സ്വർഗം എനിക്ക് നൽകണമേ എന്നല്ല, മറിച്ചെന്താണ്? എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യണം. അത് ജീവിച്ചിരിക്കുന്ന അവസ്ഥയിൽ നബിയോട് ചോദിക്കാം, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയാം. ഇതാരാ ഉദ്ധരിച്ചത്? ഇത് ഇവരംഗീകരിക്കുന്ന പല പണ്ഡിതന്മാരും ഇഹ്യാ ഉലൂമുദ്ദീൻ തന്നെ ഇതേ വാചകമുണ്ട്. ഉദ്ഉല്ലാഹ അല്ലെങ്കിൽ ഇശ്ഫഅ ലി അൻ അകൂന റഫീഖക ഫിൽ ജന്ന എന്ന അർത്ഥത്തിലുള്ള ആ ഒരു വചനം കൃത്യമായി ഇവിടെ ഇഹ്യാ ഉലൂമുദ്ദീനുണ്ട്. പറഞ്ഞു വരുന്നത് എന്താണ്? അള്ളാഹ്ക്ക് മാത്രം സാധിക്കുന്ന കാര്യങ്ങൾ ചോദിക്കുക. ആപൽ ഘട്ടങ്ങളിൽ അള്ളാഹു അല്ലാത്തവരിലേക്ക് പോയി അവരോട് സഹായം ചോദിക്കുക. മഅ ജഅലിഹി ലിദാലികൽ മദ്ഊവി അവൽ മുഅദ്ദമി അവൽ മർജൂവി ഫിൽ ഗൈബി സുൽത്താനൻ ബിഹി യത്തലിഉ അലാ ളമീരി മൻ ഇലൈഹി യഫ്സഉ എന്ന് പറഞ്ഞാൽ, ഈ സഹായം ചോദിക്കപ്പെടുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കപ്പെടുന്ന ഈ ഒരു വ്യക്തി, അയാൾ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്, വീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ഒരു വിശ്വാസം അതിലുണ്ടാകും. അപ്പോൾ ഷിർക്കിൻ്റെ ഒരു മാനദണ്ഡമാണിത്. അപ്പോൾ ഇവിടെ ശരിക്ക് ഈ മരിച്ചവരോട് സഹായം ചോദിക്കുക അത് ഷിർക്കാണെന്ന് പറയുമ്പം അതിൻ്റെ ഒരു മർമ്മപ്രധാനമായൊരു ഉദ്ദേശമുണ്ട്. ഇങ്ങനെ സഹായം ചോദിക്കേണ്ട വിശ്വാസം എന്തായിരിക്കും? നമ്മൾ എവിടുന്ന് വിളിച്ചാലും അവർ കേൾക്കും. അതേപോലെ തന്നെ എന്ത് ചോദിച്ചാലും അവർ സഹായിക്കാൻ സാധിക്കും. അപ്പം ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കും, അള്ളാഹു കാണുന്നത് പോലെ കാണും എന്ന് അവർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇസ്തിഗാഥവാദികൾ. അപ്പോൾ അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ട കേൾവി, കാഴ്ച, അതേപോലെ അള്ളാഹു അറിയാവുന്നതുപോലെ ഔലിയാക്കൾക്കും അറിയാൻ സാധിക്കുന്നു. മാത്രമല്ല ഈ പ്രപഞ്ചം മൊത്തം നിയന്ത്രിക്കുന്നതാരാണ്? അഖ്താബുകളാണ്. അങ്ങനെ ഔലിയാക്കൾക്ക് പല കാറ്റഗറി നൽകിയിട്ടുണ്ട്. അഖ്താബ്, ഔതാദ്, അഹ്വാസ്, നുജബാ, അബ്ദാൽ. അതിൽ ഒരു അത്ഭുതം എന്ന് വെച്ചാൽ അവർ ഇതിനൊക്കെ ന്യായീകരിക്കുവാൻ വേണ്ടി അബ്ദാൽ എന്ന പദം ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്, ദുർബലമായ ചില റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. അതിലെന്താണ് അത്ഭുതം എന്നറിയും? ഇത് വഈഫാണെങ്കിൽ തന്നെ അബ്ദാൽ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മുടെ പൂർവികരായ ഇമാമിനോട് ചോദിക്കപ്പെട്ടു. അപ്പം എന്താ കൊടുത്ത് മറുപടി അറിയും? അബ്ദാൽ എന്ന് പറഞ്ഞാൽ അഹ്ലുൽ ഹദീസാണ്. എന്താണ്? അതായത് ഹദീസ് പ്രകാരം പ്രവർത്തിക്കുകയും അതേപോലെ ജീവിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ അഹ്ലുസുന്ന പണ്ഡിതന്മാർ, അവരാണ് അബ്ദാലുകൾ. അതല്ലാതെ ഈ സൂഫി കാറ്റഗറി നിലക്കുള്ള ഒരു വ്യാഖ്യാനമല്ല. അപ്പം ഇവിടെ ഇങ്ങനെയുള്ള ഔലിയാക്കൾ, അവർക്ക് നമ്മുടെ മനസ്സ് തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ഗൈബിയായ നിലക്കുള്ള സഹായത്തേട്ടമാണ് ഇവിടെ ഷിർക്ക് അക്ബർ എന്ന് പറയാനുള്ള കാരണം. വസ്സാനി, രണ്ടാമത്തെ ഇനം എന്താണ്? ഷിർക്കുൻ അസ്ഗറു, അസ്ഗറായ ചെറിയ ഷിർക്കാണ്.
വഹുവ റിയ ഫസ്സറഹു ബിഹി ഖിതാമുൽ അംബിയ. റിയ ആണ് ശിർക്ക് അസ്ഗർ എന്ന് പറഞ്ഞാൽ. ഇപ്രകാരം ഹദീസിൽ വന്നിട്ടുണ്ട്. റിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ശിർക്ക് ഖഫിയാണ്, മറഞ്ഞ ശിർക്കാണ്. വമിൻഹു ശിർക്ക് അസ്ഗറിൽപ്പെട്ടതാകുന്നു ഇഖ്സാമുൻ ബിഗൈരിൽ ബാരി കമാ അതാ ഫി മുഹ്കമിൽ അഖ്ബാരി. അപ്പോൾ മറ്റുള്ളവർ കാണുവാനും പ്രശംസിക്കുവാനും വേണ്ടി പ്രവർത്തിക്കുക, ഇബാദത്ത് ചെയ്യുക. അത് അള്ളാഹ്ക്കുള്ള ഇബാദത്താണെങ്കിലും നമ്മൾ സൃഷ്ടികളുടെ ആ ഒരു പ്രീതി, തൃപ്തി ആഗ്രഹിക്കുന്നുണ്ട്. അവർ കാണാനും പ്രശംസിക്കാൻ നമ്മൾ മനസ്സിൽ കരുതുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്തല്ല, അത് ആ നിലയ്ക്കൊരു ശിർക്കാണ്. പക്ഷെ എന്തല്ല, ഇബാദത്ത് അടിസ്ഥാനപരമായി അള്ളാഹുവിനായതുകൊണ്ട് തന്നെ അത് ശിർക്ക് അക്ബർ അല്ല. അതേപോലെ തന്നെ അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുക, ഇതെന്താണ്? ശിർക്ക് അസ്ഗറാണ്. മൻ ഹലഫ ബിഗൈരില്ലാഹി ഫഖദ് കഫറ ഔ അശ്റക. അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്താൽ, ശപഥം ചെയ്താൽ, ഫഖദ് കഫറ ഔ അശ്റക, അവൻ ശിർക്ക് ചെയ്തു. ഈ ശിർക്ക് എന്താണ്? ശിർക്ക് അസ്ഗറാണ്, ചെറിയ ശിർക്കാണ്. ഇനിയിപ്പോൾ ഈ സത്യം ചെയ്യപ്പെട്ട ഈ ഒരു വ്യക്തി, ഈ ഒരു സൃഷ്ടി അള്ളാഹുവിനെ പോലെ ആ ഒരു സ്ഥാനം, അള്ളാഹുവിന് സ്ഥാനം കൊടുത്താലോ അത് ശിർക്ക് അക്ബറായി മാറി. ഇതൊക്കെ പണ്ഡിതന്മാർ ഇതിൻ്റെ വിഷയത്തിൽ വിശദീകരിച്ച കാര്യങ്ങളാകുന്നു. അപ്പോൾ ഇവിടെ ശിർക്ക് സംബന്ധമായ ചർച്ചയാണ്. ശിർക്ക് അക്ബറുണ്ട്, ശിർക്ക് അസ്ഗറുണ്ട്. ഇത്രയും ഗൗരവത്തിൽ പറയാനുള്ള കാരണം എന്താണ്? ഇത് ലാ യുഗ്ഫറു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഒരാൾ ശിർക്ക് ചെയ്ത് മരണപ്പെട്ടാൽ, തൗബ ചെയ്യാതെ മരണപ്പെട്ടാൽ അയാൾക്ക് എന്തില്ല? അള്ളാഹുവിന് പാപമോചനമില്ല. അപ്പോൾ ഇത്രക്കും അപകടകരമായ കാര്യമായതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ശിർക്കിൻ്റെ ഈ ഒരു ഗൗരവം ഈ തൗഹീദിൻ്റെ കിതാബുകളിലൊക്കെ ഗൗരവത്തോടെ എഴുതുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ വ്യത്യസ്ത ഇനങ്ങളൊക്കെ നാം പ്രമാണ സഹിതം പഠിച്ചു കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു നാഫിആയ ഇൽമിൻ്റെ സദസ്സായി സ്വീകരിക്കുകയും നമുക്കെല്ലാവർക്കും അള്ളാഹുവിൻ്റെ തക്കതായ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശിർക്ക് അനാചാരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാനും യഥാർത്ഥ മുവഹിദുകളായി ജീവിക്കുവാനും യഥാർത്ഥ സുന്നികളായി ജീവിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ ഹക്ക് ജനങ്ങൾക്ക് പ്രചരിപ്പിക്കുവാനും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാനുമുള്ള തൗഫീഖ്, പ്രബോധനം നടത്തുവാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന റസൂലിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.